ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ കോടതിയായ ആപ്കി അദാലത്തിൽ രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ വലിയ സ്ഥാനങ്ങൾ നേടിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയത്തിൽ നമ്മൾ കൂടുതൽ അതിശയിക്കാനൊന്നുമില്ല. സർക്കാരിനെ ഉണ്ടാക്കുന്നതിലും ഇല്ലാതാക്കുന്നതിലും ഇദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവാണ്. പ്ലീസ് വെൽക്കം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നവിസ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയും പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. ഇന്ത്യൻ മിലിറ്ററിയിലെ വളരെ ധൈര്യശാലിയായ ഒരു ഓഫീസറാണ്. 36 വർഷം ഇദ്ദേഹം രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്ലീസ് വെൽക്കം റിട്ടയർ മേജർ ജനറൽ AK ശിവാജ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആപ്കി അദാലത്തിൽ ജഡ്ജിമാരായിട്ട് നമ്മുടെ ആർംഡ് ഫോഴ്സ് വ്യക്തികളെ കൊണ്ടുവരണമെന്ന്. അവർ മുഖേന നമുക്ക് നമ്മുടെ ദേശത്തിലെ സൈന്യത്തിന് വലിയൊരു ബഹുമതിയാണ് നൽകുന്നത്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർ മേജർ ജനറൽ AK ശിവാജിന്റെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ദേവേന്ദ്ര ഫട്നവിസിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റം നമ്മൾ ആരോപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മഹാരാഷ്ട്രയിലെ BJPയുടെ ടോപ്പ് ലീഡർ ദേവേന്ദ്ര ഫട്നവിസ് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ഞാനൊരു കടലാണ്, അതുകൊണ്ട് തിരിച്ചു വരും. അത് അദ്ദേഹം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ നിയമസഭാ ഇലക്ഷനിൽ ദേവേന്ദ്ര ഫട്നവിസ് വലിയ വിജയം നേടിയിരിക്കുകയാണ്. 90% സ്ട്രൈക്ക് റേറ്റോടുകൂടി ദേവ് ചേട്ടൻ വീണ്ടും ചീഫ് മിനിസ്റ്റർ ആയിരിക്കുകയാണ്. രാഷ്ട്രീയം ദേവേന്ദ്ര ഫട്നവിസിന് കൈക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യമാണ്. നാഗ്പൂരിൽ RSSനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ചെറിയ പ്രായത്തിൽ, അതായത് 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് സ്കൂൾ രാഷ്ട്രീയത്തിൽ തനിക്കെന്നൊരു സ്ഥാനം നേടിയെടുത്തു. അതിനുശേഷം 27ാമത്തെ വയസ്സിൽ നാഗ്പൂരിലെ യങ് മേയറായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു. 2014 ആദ്യമായി ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായിരുന്നു. ദേവേന്ദ്ര ഫട്നവിസ് ഒരു നല്ല ഓഡിറ്ററാണ്. ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള വീഡിയോ വളരെ ഫേമസ് ആയി. ഒരു മുഖ്യമന്ത്രിയായി ആദ്യത്തെ 5 വർഷക്കാലം ശ്രീ ദേവേന്ദ്ര ഫട്നവിസ് തന്റെ ഭരണത്തിലുള്ള കഴിവ് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. മഹാരാഷ്ട്രയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച ഒന്നാണ്. ശരത് പവാർ പോലും പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലുള്ള വേഗത പ്രശംസിക്കുകയുണ്ടായി. ദേവേന്ദ്ര ഫട്നവിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. നാഗ്പൂർ ലോ കോളേജിൽ ലോ ഗ്രാജുവേറ്റായ ദേവേന്ദ്ര ഫട്നവിസ് ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സ്വയം വാദിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിൽ ദേവേന്ദ്ര ഫട്നവിസിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നവിസിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹത്തിന് കുറച്ച് വേഗം കൂടുതലാണ് എന്നുള്ളതാണ്. ദേവേന്ദ്ര സർ, താങ്കളുടെ സ്കൂൾ ഫ്രണ്ട്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്കൂൾ കാലഘട്ടങ്ങളിൽ താങ്കളെ എപ്പോഴും ബാക്ക് ബെഞ്ചിലാണ് ഇരുത്താറുള്ളതെന്ന് പറയുന്നു. താങ്കൾക്കൊരു വലിയ ഗ്യാങ് ഉണ്ട്, അവരോടൊപ്പമാണ് താങ്കൾ ഇരിക്കാറുള്ളതെന്ന്. പക്ഷെ പെട്ടെന്ന് കുറച്ച് നാളിനുള്ളിൽ തന്നെ താങ്കൾ ഫ്രണ്ട് ബെഞ്ചിലേക്ക് വന്നു. വളരെ വേഗത്തിൽ സംഭവിച്ചു. ഞാൻ എന്നും ബാക്ക് ബെഞ്ചർ തന്നെ ആയിരുന്നു. അല്ലാണ്ട് ആക്ച്വലി ബാക്കിലിരിക്കാൻ നല്ല രസമാണ്. അല്ലാണ്ട് ഫ്രണ്ടിലോട്ട് വരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇതൊക്കെ സംഭവിച്ചതിന് കാരണം എൻ്റെ ടീച്ചർ മറ്റുള്ള പിള്ളേർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെ പിടിക്കാൻ പോയിട്ട് എന്നെ പിടിച്ച കഥയായിട്ട് ഇങ്ങനെ മാറി വന്നതാണിത്. അതായത് പുറകെ ഇരുന്ന് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഫ്രണ്ടിൽ ഇരുന്നത്, പിന്നെ ഞാൻ പിന്നോട്ട് തന്നെ പോയി ഇരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ സ്ഥാനം.
ഇത് സത്യമാണോ? അതായത് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോ, കുടുംബത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോ ജ്യേഷ്ഠനേക്കാൾ മുൻപിൽ താങ്കൾ എത്തിയെന്നാണ് കേട്ടത്. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ചേട്ടന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യം പറയണമെങ്കിൽ നോക്കണമെങ്കിൽ എനിക്കും രാഷ്ട്രീയത്തിലോട്ട് വരാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. സ്റ്റുഡൻസ് യൂണിയൻ്റെ ലീഡറായിരുന്നു ഞാൻ. ആ മെമ്പറായിട്ടും അങ്ങനെ ലീഡറായി മാറിയതായിരുന്നു. ആ യൂണിയനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ ഒരു ദിവസം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണമെന്ന്. എനിക്ക് ഇന്നും ആ കാര്യം ഓർമ്മയുണ്ട്. അന്ന് സുനിൽ അംബേദ്കർ അദ്ദേഹം ഞങ്ങളുടെ സ്റ്റുഡൻറ് യൂണിയൻ്റെ ഒക്കെ ആക്ച്വൽ ലീഡറായിരുന്നു. നാളെ തൊട്ട് നിങ്ങൾ BJPയിൽ പണിയെടുക്കണമെന്ന്. ആക്ച്വലി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തതായിരുന്നു. എനിക്ക് രാഷ്ട്രീയത്തിലോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ എപ്പോഴും സ്റ്റുഡൻറ് യൂണിയനിൽ തന്നെ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം, അതാണ് എൻ്റെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്താ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, വലിയ മനുഷ്യർ ഇതൊക്കെ പറയുന്ന സമയത്ത് നീ നോ പറയേണ്ട ഇതൊക്കെ ചെയ്യണം. ഞാൻ പിന്നെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ നേതാവിൻ്റെ അടുത്തും ഞാൻ പോയി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞതാ ഇവരൊക്കെ ഇങ്ങനെ പറയുവാന്ന്. ഞാൻ രാഷ്ട്രീയത്തിൽ പണിയെടുക്കാൻ ആഗ്രഹമില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ അത് പോയി ചെയ്തു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ന് രാഷ്ട്രീയത്തിലോട്ട് വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലില്ല. അവർ താങ്കളോട് പ്രവൃത്തി തുടങ്ങാൻ പറഞ്ഞു. പക്ഷേ ജനങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, 21 വയസ്സ് പോലും ആയിട്ടില്ല, എലിജിബിളും അല്ല, പക്ഷെ കോർപ്പറേറ്റർ ആകാൻ ആഗ്രഹിച്ചു. ഈ കാര്യത്തിൽ പകുതി സത്യമുണ്ട്. എനിക്കെന്താന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ആ സമയത്ത് പണിയെടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നീ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണിയെടുക്കുന്ന അവർ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. നീ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്നും. പക്ഷെ എനിക്ക് 21 വയസ്സേ ഉള്ളൂ എന്നും അവർക്കോ അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാനും അവരുടെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് എന്താ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ, അതായത് ദൈവത്തിന് ചില ചിന്തകളുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് ആ 74 ആ കമ്മിറ്റ്മെൻറ്റ് സമയത്തൊക്കെ തെരഞ്ഞെടുപ്പ് 6 മാസം തള്ളി മാറിയായിരുന്നു. അപ്പോൾ 6 മാസം ആ തീരുന്ന സമയത്ത് എൻ്റെ വയസ്സ് 21 കഴിഞ്ഞു. സോ അതുകൊണ്ട് എളുപ്പത്തിൽ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റി. സോ അതുകൊണ്ട് 21 കഴിഞ്ഞത് ഞാൻ കംപ്ലീറ്റ്ലി നിന്നു. അല്ലാണ്ട് അതിനു മുമ്പ് ഞാൻ നിന്നിട്ടില്ല. പക്ഷേ ഇത് കുറച്ച് ധൃതിയായി പോയില്ലേ? വെറും 27ാമത്തെ വയസ്സിൽ ആ പ്രായത്തിൽ മേയറായ ആദ്യത്തെ വ്യക്തി താങ്കളാണെന്ന് തന്നെ പറയാം. എന്താ നോക്കിയാൽ ഇത് വെറും ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ സംഭവിക്കുള്ളൂ. ഇത് ഞാൻ 2ാമത്തെ പ്രാവശ്യം കോർപ്പറേറ്ററായ സമയത്ത്, ആ സമയത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു മെജോറിറ്റി കിട്ടിയിരുന്നു. പക്ഷേ വെറും 8 പേര് മാത്രമാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാര്. അതായത് അതിൽ ഞങ്ങൾ 2 പേരും എങ്ങനെയുള്ള ആൾക്കാരാന്ന് വെച്ചാൽ, ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. അതിൽ ഒരാൾക്ക് മേയർ ആവണം, ഒരാൾക്ക് ചെയർമാൻ ആവണം. അപ്പോൾ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ മേയർ ആവണമെന്ന് പറഞ്ഞു. നിങ്ങളിതൊക്കെ പെട്ടെന്ന് പറയാം, പക്ഷേ എനിക്കിതൊക്കെ വളരെ വളരെ പെട്ടെന്നായിരുന്നു. ഒരു വിധത്തിൽ അവരെനിക്ക് വലിയൊരു ചാൻസ് ആയിരുന്നു തന്നിരുന്നത്. ഓക്കെ സാർ, ഈ കാര്യം സത്യമാണോ? താങ്കളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം നിതിൻ ഗഡ്കരി താങ്കളെ സമാധാനിപ്പിക്കാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു? അതെ അതെ. നിതിൻ അദ്ദേഹത്തിനും ഞങ്ങൾക്കുമായിട്ടൊരു കുടുംബരീതി ബന്ധമൊക്കെ ഉണ്ട്. നിതിൻ അദ്ദേഹം, അതായത് ഈ വളരെ കുറഞ്ഞൊരു രീതിക്കായിരുന്നു പണിയെടുത്തോണ്ടിരുന്നത് അദ്ദേഹം. പിന്നെ നിതിൻ സാർ ആദ്യമായിട്ട് പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഏത് മണ്ഡലത്തിലായിരുന്നു ഞാനുണ്ടായിരുന്നത്, ആ മണ്ഡലത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആക്ച്വലി കിഴക്ക് മണ്ഡലത്തിൽ നിന്നായിരുന്നു അദ്ദേഹം നിന്ന്. അദ്ദേഹം വടക്കിൽ നിന്നായിരുന്നു വന്നതും. അദ്ദേഹത്തിനും എനിക്കും ഒരു നല്ല ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു സത്യത്തിൽ. അതായത് അച്ഛന് ശേഷം ഞാൻ തെരഞ്ഞെടുപ്പ് നിന്ന് വരുമ്പോൾ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നിതിൻ സാറിന്. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ പറഞ്ഞത് 2014 നിതിൻ സാറിനെ ഓവർടേക്ക് ചെയ്ത് താങ്കൾ മുഖ്യമന്ത്രി. നോക്കിയേ, ആ സമയത്ത് നിതിൻ അദ്ദേഹം എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയി. നിതിൻ അദ്ദേഹം മോദിജിയുടെ ഒരു രാഷ്ട്രീയ ഭരണത്തിൽ ഒരു മിനിസ്റ്ററായി. പിന്നെ നിതിൻ അദ്ദേഹം ഇതും കൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരുന്നു, ഞാൻ ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ നാടിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വന്നു. നോക്കൂ സാർ, നരേന്ദ്രമോദി നിറയെ പുതിയ ആൾക്കാർക്ക് സന്ദർഭങ്ങൾ കൊടുത്തു, നിറയെ പേരെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. അതുപോലെ താങ്കൾ അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ എക്സ്പെരിമെന്റ് ആണ്. മോദി അങ്ങനെ താങ്കളുടെ ഉള്ളിൽ എന്താണ് കണ്ടെത്തിയത്? നോക്കിയേ, മോദിജി എന്താ കണ്ടെന്ന് അദ്ദേഹം തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റും. നമ്മുടെ മഹാരാഷ്ട്രയിൽ എന്നെ പോലത്തെ ഒരാളെ മുഖ്യമന്ത്രി ആക്കുവാണെങ്കിൽ ഈ ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് മോദിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് മഹാരാഷ്ട്ര ഭരണത്തിനെക്കുറിച്ച് അറിയാം. പിന്നെ 10-11 വർഷത്തിന് മുൻപ് രാഷ്ട്രീയം ഏതൊരു അവസ്ഥയിലായിരുന്നോ ആ സമയത്ത് ആ ഒരു സ്ഥാനത്ത് ഒരു മതം വെച്ചിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഞാൻ ഫിറ്റ് ആവത്തില്ല. പക്ഷേ മോദി അദ്ദേഹം റിസ്ക് എടുത്തിട്ട് അദ്ദേഹം ധൈര്യമായിട്ട് ആ കാര്യം പറഞ്ഞിരുന്നു. ആ സമയത്ത് പാർട്ടിയുടെ ഞാൻ തലവനാന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതായത് പാർലമെന്റിൽ സത്യത്തിൽ എല്ലാവരും തന്നെ പ്രതികരിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് എല്ലാവരും ഇരുന്നേക്കുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്.
പക്ഷേ ഈ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ചില സമയത്ത് ഈ പദവി സ്ഥാനത്തിന് വേണ്ടി മതങ്ങളൊക്കെ നോക്കേണ്ടത് ഒരു ആവശ്യമായിരിക്കാം. ഇതൊരിക്കലും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ ഞാനും ഫിറ്റ് ആവത്തില്ല. അതുകൊണ്ട് എന്താക്കുമെന്നും ഞാൻ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല. നോക്കിയാൽ അവരെ അതെ മാറ്റാൻ സാർ, സാധിക്കില്ല. അങ്ങനെ നമുക്ക് കരുതാലോ. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു മൈനസ് പോയിന്റ് ആയിട്ട് മാറും. പക്ഷേ മോദി അദ്ദേഹം എൻ്റെ ഉള്ളിൽ എന്താണോ കണ്ടത് ആ നിലയിലോട്ട് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഇത് അദ്ദേഹത്തിന് കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം എന്തിനു വേണ്ടിയാണോ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത് ആ കാര്യം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. മോദി സാർ താങ്കളുടെ ഉള്ളിൽ എന്ത് കണ്ടെത്തിയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അടൽ ബിഹാരി വാജ്പേയിയുടെ മടിയിൽ താങ്കൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ നോക്കിയേ, ഞാൻ മടിയിലല്ല ഇരുന്നത്, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്കൊരു 12 വയസ്സുണ്ടാവും. അപ്പം ഞാൻ ഭാരതീയ ജനതാ എൻ്റെ കയ്യിൽ പാർട്ടിയുടെ ആ ഫോട്ടോയുണ്ട്. അതെ അത് തന്നെയാ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംസ്ഥാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാനമേളത്തിന് അടൽ സാർ വന്നിരുന്നു അന്ന്. ആക്ച്വലി ആ കാലത്തൊന്നും അത്ര വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്താണെന്ന് വെച്ചാൽ അടൽ സാറിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ്. അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രമോദ് സാർ ഉണ്ടായിരുന്നു. സോ ഞാൻ പ്രമോദ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് എനിക്ക് അടൽ സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാവുന്നുണ്ടെന്നും പറഞ്ഞ്. പ്രമോദ് സാറ് അടൽ സാറിനോട് ചോദിച്ചു, അത് 2 പിള്ളേരുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛനായിരുന്നു നഗരത്തിൻ്റെ തലവനായിട്ടിരുന്നത്. അപ്പോൾ അവരുടെ 2 മക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടൽ സാർ പറഞ്ഞു, മോനെ വാ വരാൻ പറഞ്ഞു. ഉടനെ ഞാനും ചേട്ടന് പോയി അടൽ സാറിൻ്റെ ഒപ്പം ഇരുന്ന് ഉടനെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ അടുത്ത് വന്നായിരുന്നു. അച്ഛൻ വളരെ ഷോക്കായി പോയി നോക്കി, ഇവർ രണ്ടുപേരും ഇങ്ങനെ എത്തിയെന്ന്. അടൽ സാർ അന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു, അത് ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. ദാ നോക്കിയേ, 2 സിംഹക്കുട്ടികളാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്നും പറഞ്ഞ്. അടൽ സാർ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലാണെന്ന് പറഞ്ഞേ. സോ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ആ ഫോട്ടോ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് താങ്കൾ എല്ലാവരെക്കാളും വേഗത്തിൽ പോകുന്നത് ആർക്കും തടയാൻ സാധിക്കില്ലെന്ന്. ഓക്കെ, ഇത് ഒരു കാര്യം മാത്രം സത്യ. അതായത് ഇത് ദൈവത്തിൻ്റെ ആശീർവാദം എന്ന് തന്നെ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നു. പക്ഷെ ഞാൻ മുന്നോട്ട് നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കുറച്ചു മുന്നേ 25 കിലോ കുറച്ചെന്ന് പറയുന്നത് സത്യമാണോ സർ? ഇതാന്നൊക്കെ വെയിറ്റിനോടൊപ്പം ചേർന്ന് എൻ്റെ പോരാട്ടവും ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഭാഗത്ത് കുറച്ചാൽ പോലും അത് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കൂടി തന്നെ വരും. എത്രയോ വട്ടം ഞാൻ വെറുതെ പറഞ്ഞു, അതായത് ഞാനൊരു കോഫി കുടിച്ചാൽ പോലും വെയിറ്റ് കൂടുന്നു. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ ഇപ്പോൾ ഒരു 30 വർഷത്തെ ഫോട്ടോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസ് എല്ലാ ഷേപ്പിലും തന്നെ കിട്ടിയേക്കും. പക്ഷേ ഒരു കാര്യം മാത്രം സത്യമാ, അതായത് 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി എൻ്റെ വെയിറ്റ് കൺട്രോളിൽ വെക്കാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ അത്ര ഫിറ്റ് ആയിട്ടില്ലെന്നാണ്. അതായത് ഒരു 12 കിലോയും കൂടെ ഞാൻ കുറയ്ക്കണം. പക്ഷേ ഞാൻ കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ് സത്യത്തിൽ. അപ്പോൾ 30 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഫോട്ടോ ജനങ്ങളെ ഓ, തീർച്ചയായിട്ടും കാണിക്കാലോ. അതിൽ നടുവിലുണ്ടായിരുന്ന ഫോട്ടോസ് വളരെ നന്നായിരുന്നു. അതിൽ താങ്കൾ മോഡലിംഗ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ട് മറ്റൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ദാ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇത് ഏകദേശം എനിക്കറിഞ്ഞൊരു 2002 അല്ലെങ്കിൽ 3 ഫോട്ടോ ആയിരിക്കും. തിരഞ്ഞെടുപ്പൊക്കെ തീർന്നു. അപ്പോൾ വേറെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിനക്കൊരു പോർട്ട്ഫോളിയോ റെഡിയാക്കണം. അപ്പോൾ ഞാൻ അതിന് ഓക്കെ ശരിയെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ വേറെ പണിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ഡ്രസ്സസ് ഇടിപ്പിച്ചിരുന്നു. ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഞാനൊരു കമ്പനിയിലെ ബ്രാൻഡ് നിൻ്റെ ഫോട്ടോസൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെടുത്ത ഫോട്ടോസ് ഇതൊക്കെ കണ്ട് ജനങ്ങൾ വല്ലാതെ ടെൻഷനായി വഴക്ക് പറയുന്നു. എനിക്കറിഞ്ഞ ഇതൊരു പൊട്ടത്തരവാണ്. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ ഫോട്ടോയുടെ ബാനറൊക്കെ വെച്ചപ്പോഴേക്കും ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. ഞാൻ നാഗ്പൂർ ഇട്ട് കളഞ്ഞിട്ട് ഷനി ഷിഗ്നാപൂരിലോട്ട് പോയി. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ദൈവത്തിനെ കാണാൻ പോയാൽ ഒരു 2-3 ദിവസത്തിന് ആരും കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ജനങ്ങൾ സത്യത്തിൽ അതിന് നല്ല റെസ്പോൺസ് തന്നെ കൊടുത്തിരുന്നു. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ പാർലമെൻറ്റിൻ്റെ ഒരു മെമ്പറാണ്. സോ പക്ഷേ ആ സമയത്ത് വലിയ കാര്യം എന്താ വെച്ചാൽ, പാർലമെൻറ്റ് മെമ്പർ മോഡലായിരുന്നു. അത് അടൽ സാറും കണ്ടു കഴിഞ്ഞു.
ന്യൂസിൽ ആഡ് വന്നതിന് ശേഷം അറ്റൽ സാർ അത് കണ്ടില്ലേ? അറ്റൽ സാർ അത് കണ്ടതിന് ശേഷം അച്ഛനും അദ്ദേഹവും ഫ്രണ്ടായിരുന്നല്ലോ, അതായത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. സോ അറ്റൽ സാർ അന്ന് കറ്റാടിയോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ നാഗ്പൂരിലെ മെമ്പർ മോഡലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനൊന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചാ പോയത്. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അറ്റൽ സാർ ഇങ്ങനെയൊക്കെ പറയാം, അതായത് ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, നീ ഒരു മെമ്പറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മോനെ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നെ തോളത്ത് തട്ടി, വാടാ മോഡൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവിടെ ഒരു മെമ്പർ അല്ലെന്ന് പറഞ്ഞു. ആക്ച്വലി അതിനുശേഷം സ്വീറ്റ് തന്നു എനിക്ക്. അത് വളരെ നന്നായിരുന്നു. പക്ഷെ അത് ഞാൻ ഒരു വട്ടമേ ചെയ്തുള്ളൂ. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ പട്ടി കടിച്ചാൽ അതൊരിക്കലും ന്യൂസ് ആവത്തില്ലല്ലോ. പക്ഷേ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അതൊരിക്കലും ന്യൂസ് ആവും. ഞാൻ ചെയ്തത് പോലും ആക്ച്വലി നല്ല ന്യൂസ് ആയിരുന്നു. അത് നല്ല ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ആകെ ഒരു വട്ടമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം വെയിറ്റ് ഇൻക്രീസ് ആകാൻ തുടങ്ങി. അതിന്റെ കാരണം സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നതാണോ? അത് കഴിഞ്ഞ് ഒരുപാട് ദിവസം നല്ല കാര്യമായിരുന്നു, ഞാൻ നന്നായിട്ടായിരുന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് കഴിച്ച് പിന്നെയും അങ്ങനെ വെയിറ്റ് കൂടും കുറയും, ഇങ്ങനെ തന്നെ പോകുമായിരുന്നു വന്നത്. സാർ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നന്നായിട്ട് തന്നെ സ്വീറ്റ് കഴിക്കും. സ്വീറ്റിനേക്കാൾ അധികം എനിക്ക് ആക്ച്വലി ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ എത്രത്തോളം ഡയറ്റിലുണ്ടെങ്കിലും ശരി, ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കും. അത് ആരെ കൊണ്ട് തടയാൻ പറ്റില്ല. താങ്കളുടെ ഭാര്യ ഒരിക്കൽ പറഞ്ഞിരുന്നു, വിവാഹത്തിന് മുൻപ് 30 മുതൽ 35 ബോളി വരെ താങ്കൾ കഴിക്കുമെന്ന്. ആക്ച്വലി എൻ്റെ വൈഫ് എന്നെ റിവെഞ്ച് എടുത്തതാ. സത്യമാണ് അവർ പറഞ്ഞത്. ഞാൻ അത്രത്തോളം ഒന്നും കഴിക്കില്ല, പക്ഷേ ഈ ബോളി എന്ന് പറയുന്ന സാധനം ഞാൻ നല്ലപോലെ കഴിക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം എനിക്ക് ഏർപ്പെട്ട ഈ നഷ്ടമെന്ന് പറയുമ്പോൾ, ഞാൻ ഏതൊരു സ്ഥലത്തോട്ട് പോയാലും ജനങ്ങൾ അവിടെ പോളിയോ-ആയിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ഞങ്ങൾക്കറിയാം സാറിന് ഇത് ഇഷ്ടമാണെന്നും പറഞ്ഞ്. അവസാനം ഞാൻ ഒരു 2-3 മീറ്റിങ്ങിൽ ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിച്ച് അവർക്ക് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു, എനിക്കിഷ്ടമല്ല, ഞാനിത് കഴിക്കത്തുമില്ലെന്ന്. എനിക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവര് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വഴക്കൊന്നും ഉണ്ടാക്കാറില്ല, അതായത് താങ്കളോടൊപ്പം. പക്ഷെ ജനങ്ങൾ ബോളി ഓഫർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുള്ളിൽ വഴക്കുണ്ടാകാറുണ്ടെന്നും പറയുന്നു. അതെ 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 സത്യവാ. അതായത് ഞാൻ എവിടെ പോയാലും, ഞാൻ ഏതൊരു വിരുന്നിന് പോയാൽ പോലും ആദ്യം അവരത് തന്നെ തരുള്ളൂ. ഏത് പ്രോഗ്രാമായാലും എവിടെ പോയാലും ആദ്യം അവരെനിക്ക് ആ ബോളിയെ എടുത്ത് തരത്തുള്ളൂ, എപ്പോഴും. അത് എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഒറ്റ ആൾ കാരണം എനിക്ക് എല്ലാവരും ഈ സാധനം എടുത്ത് തരാൻ പോകുന്നതെന്ന്. ഇനിയെങ്കിലും നീ പോയി പറയണം, അതായത് ഇനി എനിക്ക് തരരുത്, അതായത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറച്ച് പതിയെ കുറയ്ക്കാൻ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, താങ്കളുടെ വൈഫ് പബ്ലിക് ലൈഫിൽ കുറച്ച് ആക്റ്റീവാണ്. സോ അതുകൊണ്ട് ഇത് താങ്കളുടേത് പൊളിറ്റിക്കൽ മാരേജ് ആണോ അതേ ലവ് മാരേജ് ആണോ? എൻ്റെ മാരേജ് അറേഞ്ച്ഡ് വിത്ത് ലവ്. ഇത് അറേഞ്ച്ഡ് മാരേജ്. പക്ഷേ എനിക്ക് കല്യാണമായപ്പോൾ, അതായത് ഞാൻ ഇതെപ്പോഴാണോ തീരുമാനിച്ചത്, ഞാൻ അമൃതയുടെ ഫോട്ടോ കണ്ടപ്പോൾ, ഈ മാരേജിന് വേണ്ടി എൻ്റെ അമ്മ ഒരു 3-4 ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഡയറക്ടറുടെ നമ്പർ മേടിച്ചു. ഞാൻ നേരെ ഫോൺ വിളിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഒരു 3 പ്രാവശ്യം ഞങ്ങൾ കണ്ടു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിതകാലം മുഴുവനും ഇനി രാഷ്ട്രീയത്തിൽ തന്നെ കാണത്തുള്ളൂ, വേറെ എങ്ങോട്ടും പോയി പണിയെടുക്കില്ല എന്ന്. മാത്രമല്ലാണ്ട് ആദ്യം ഞാൻ ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ ബാങ്കിൽ പണിയെടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, നിന്റെ കാശ് നിൻ്റേതാണ്, എൻ്റെ കാശ് എൻ്റേതാണ്, ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കത്തുള്ളൂ, നീ എൻ്റെ അടുത്ത് മേടിക്കണം. നീ നിൻ്റെ ലൈഫ് നോക്ക്, ഞാൻ എൻ്റെ ലൈഫ് നോക്കിക്കോളാം എന്നും പറഞ്ഞു. ഞങ്ങൾ 2-3 മീറ്റിങ്ങിൽ തന്നെ ഞങ്ങളുടെ അഗ്രിമെൻ്റൊക്കെ തീർത്ത് റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി പോയി. അന്ന് ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. പിന്നെ നേരെ അവരുടെ വീട്ടിലോട്ട് പോയി. അവരുടെ അച്ഛനും അമ്മേനെ ഞാൻ കണ്ടു. പിന്നെ എൻ്റെ വീട്ടിലോട്ട് വന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു. പക്ഷേ ഇക്കാര്യം സത്യമാണ്. അതായത് കല്യാണത്തിനന്ന് താങ്കൾ കൃത്യസമയത്ത് പോയി, പക്ഷെ ഭാര്യ കൃത്യസമയത്ത് വന്നില്ല. ഇത് സത്യമാണ്. ഞാൻ സമയത്തിന് അവിടെ എത്തി, പക്ഷേ അവർ സമയത്തിന് അവിടെ എത്തിയില്ലെന്നാണ് പറയുന്നത്. പിന്നീട് അവർ അച്ഛൻ എന്താ വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ വരാൻ കുറച്ച് സമയമെടുക്കും, അവിടെ വന്നവരൊക്കെ നിങ്ങൾ ഡാൻസ് കളിക്കാൻ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നവർ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കളിച്ച് അവർ ഫുള്ള് ടയേർഡായിപ്പോയി. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിനെക്കുറിച്ച് നല്ല കമന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. ഉത്തം താക്കറയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ട്. അദ്ദേഹം CM ആയിരുന്ന സമയത്ത് ഒരു ട്വീറ്റ് ഞാൻ കണ്ടു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ രാജാവ് ഒരു കള്ളനാണെന്ന്. നോക്കിയേ, അവളുടെ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. അവൾക്ക് ഒരു ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻസി ഉണ്ട്. പിന്നീട് അവൾ ചെറിയ കമൻ്റൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവളുടെ അടുത്ത് പറയുന്നത്, നീ എന്തിനാ ആവശ്യമില്ല രാഷ്ട്രീയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം നീ രാഷ്ട്രീയത്തിലില്ലല്ലോ. രാഷ്ട്രീയത്തിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നതിന് ശേഷം അവൾ വളരെ കഠിനമായ ഒരു ട്രോളിങ്ങിലോട്ട് ചെല്ലും. അത് കഴിഞ്ഞും ജനങ്ങൾ എങ്ങനെയാണ് കമൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയൊക്കെ ആക്രമിക്കുമെന്ന് വെച്ചാൽ, കമൻ്റ് എങ്ങനെയുണ്ടാവുമെന്ന് വെച്ചാൽ,
ഞാൻ അവളുടെ അടുത്ത് പറയുമത്. ഞാൻ പറയുന്നതാ, എന്തിനാന്ന് എനിക്ക് ഈ പണി, നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? കേൾക്കുകയും ചെയ്യും, പക്ഷെ അപ്പപ്പം ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് കമന്റ് ഒക്കെയാണ്. ഉദ്ധവ് സാറിനെ കുറിച്ച് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ബോഗി എന്തെങ്കിലും ഒന്ന് പഠിക്കും ഞങ്ങളുടെ യോഗി സാറിന്റെ അടുത്തുനിന്ന്. ഇല്ല, അത് ഇൻട്രസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് ട്രബിളും ആണ് എനിക്കത്. ഇടയ്ക്കിടയ്ക്ക് അവർ വീഡിയോയും ചെയ്യാറുണ്ട്. പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയും സംഭവിക്കും. ഒരു വീഡിയോയിൽ താങ്കളും ഉണ്ടായിരുന്നു, പോലീസ് കമ്മീഷണറും ഉണ്ടായിരുന്നു. ACP പോലീസ് കമ്മീഷണർ താങ്കൾ മിസ്യൂസ് ചെയ്യുകയാണെന്നും പറയുന്നു. ഇല്ല, അത് ആക്ച്വലി ഒരു റിവർ ആന്തം ഒന്ന് ട്രൈ ചെയ്തായിരുന്നു അവർ. ഈ നദിയെ രക്ഷിക്കാനായിട്ടൊരു വലിയ ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു അന്ന് അവിടെ. അതിനുവേണ്ടി അവരൊരു റിവർ ആന്തം തന്നെ ഒന്ന് റെഡിയാക്കി. അതിൽ ട്രോളിങ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് അത്ര വലിയ ട്രോളിങ് ഇല്ലായിരുന്നു. അതിൽ ആരാണോ അത്രയും വലിയ റിവർ ആന്തം തയ്യാർ ചെയ്തത്, അതിൽ ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു ആന്തം പാടിക്കൊണ്ടിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ പാടിക്കൊണ്ടിരുന്നു. ആ ക്യാമറാമാന് എന്താ പെട്ടെന്ന് തോന്നിയെന്ന് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഹീറോ ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിൽ എൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ എടുത്തിട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഫണ്ണി വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ അതൊന്നും ആർക്കും കാണിക്കണ്ട കേട്ടോ, എനിക്കത് കാണാൻ ആഗ്രഹമില്ല. ആ വീഡിയോ എത്രത്തോളം ഫണ്ണിയാന്ന് വെച്ചാൽ അത്രയും മീംസ് ആ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരുന്നു. ഞാൻ ആ മീംസ് എല്ലാം കൂടെ ഇരുന്ന് പഠിച്ച് വളരെ ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇതൊന്നും എൻ്റെ പണിയല്ല, ഞാൻ അനങ്ങാണ്ടിരിക്കണം. ആ സമയം എനിക്ക് ഒരുപാട് ട്രോളിങ്ങും കിട്ടിയിരുന്നതാ. ഇതൊക്കെ സത്യം. സാർ, താങ്കളുടെ വൈഫ് സിംഗറല്ലേ? സാറിന് വേണ്ടി ഏത് പാട്ടാ പാടുന്നത്? നോക്കിയാൽ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരാളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് തീരുമാനിച്ചത്. സോ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ സിംഗിങ് അവളുടെ ഒരു പാഷനാണ്. പക്ഷേ ഇപ്പോഴും അവളുടെ ഒരു ബാങ്കർ തന്നെയാണ്, ഇപ്പോഴും ബാങ്കിലാണ് പണിയെടുക്കുന്നത്. സിംഗിങ് ഇപ്പോഴും അവളുടെ ഒരു പാഷനാണ്. അതിനുവേണ്ടി അവൾ ട്രൈ ചെയ്യുന്നുണ്ട്, പാടുന്നുമുണ്ട്. വലുതായിട്ട് പാടാണ്ടിരുന്നാലും അവൾ റിഹേഴ്സലൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ പാട്ട് പാടുകയും ചെയ്യും, പിന്നെ അത് റെഡിയാക്കുകയും ചെയ്യും. അതായത് അവൾ കമ്പോസ് ചെയ്യും. സോ അത് അവളുടെ ഒരു പാഷൻ ആയതുകൊണ്ട് അവൾ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. താങ്കൾ എന്തെങ്കിലും അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോ കല്യാണ ജീവിതത്തിലല്ലേ ഉള്ളേ. ആരെങ്കിലും അവരുടെ വൈഫിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ മിസ്റ്റർ രജത് ശർമ്മ ആയിരിക്കാം, ഞാനൊരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കാം, മഹാരാഷ്ട്രയുടെ വലിയ പുള്ളിയായിരിക്കാം, പക്ഷേ വീട്ടിൽ വൈഫ് പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് അറിയാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. സർ, താങ്കൾ ഇത്രത്തോളം ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്, അപ്പോൾ ഈ കാര്യം കൂടി പറയൂ. അതായത് അജിത് പവാറിനൊപ്പം ഒരു ഡീല് നടന്നില്ലേ, അദ്ദേഹത്തിന്റെ കേസൊക്കെ ഒതുക്കി തീർക്കാമെന്ന്? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ദേവേന്ദ്ര ഫട്നവിസ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നവിസിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സർ, ഈ കുറ്റം ആരോപിക്കുന്നത് ഞാനല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി സാർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, 2024 മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നിട്ടേയില്ലെന്ന്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇലക്ഷൻ താങ്കൾ ഹൈജാക്ക് ചെയ്തെന്ന്, വോട്ട് മോഷ്ടിച്ചാണ് താങ്കൾ മുഖ്യമന്ത്രിയായതെന്ന്. ഇതാ നോക്കി, ഞാൻ ഇതിനു വേണ്ടി രാഹുൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഉത്തരം പറഞ്ഞു. ताउम्र गालिब मैं यही भूल करता रहा, धूल चेहरे पर थी और आईना साफ करता रहा. ഇപ്പോ രാഹുൽ അദ്ദേഹം ഒരു ഡിനൈഡ് മോഡിൽ നിന്ന് പുറത്ത് വരാത്തത് വരെ, അദ്ദേഹം ഇത് മനസ്സിലാക്കാത്തത് വരെ, ഈ രാഷ്ട്രീയം ഒരു അരിത്മെറ്റിക് അല്ല, രാഷ്ട്രീയം ഒരിക്കലും ഒരു ഡിജിറ്റൽ ഗെയിം അല്ല, രാഷ്ട്രീയം ശരിക്കും ഒരു കുട്ടിക്കളി അല്ല. ഇത് ജനങ്ങളുടെ എല്ലാ സ്പിരിറ്റും മനസ്സിലാക്കി അവരുടെ ആഗ്രഹവും പിന്നെ അവരുടെ പ്രതീക്ഷകളും ഒക്കെ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഇറങ്ങി ജോലി ചെയ്യണം. തുടർന്ന് അദ്ദേഹം ഇങ്ങനത്തെ കുറ്റാരോപണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പക്ഷെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുവാണിപ്പോൾ. ഞാൻ ഇതിനു വേണ്ടി മിസ്റ്റർ രാഹുൽ അദ്ദേഹത്തിന് കുറ്റം പറയത്തില്ല ഒരിക്കലും. അദ്ദേഹത്തിന് ചുറ്റും എത്രയും അൾട്രാ ലെഫ്റ്റിസ്റ്റ് ജനങ്ങളുണ്ടെന്ന് വെച്ചാൽ, ഈ ഉള്ള എല്ലാ അൾട്രാ ലെഫ്റ്റിസ്റ്റ് ജനങ്ങളും ഇവരുടെ ഐഡിയോളജി എന്താണ്? ഇവരുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ ആക്രമിക്കേണ്ടത് മാത്രമാണ്. ആക്രമിക്കുന്നതിൻ്റെ ഐഡിയോളജി. ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ രാഷ്ട്രീയ ഭരണം കയ്യിലോട്ട് എടുത്തു വയ്ക്കും. പക്ഷേ തുടർന്ന് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളും
ആ ഓരോ കാര്യങ്ങളെ എങ്ങനെയാണോ നാണം കെടുത്തേണ്ടത്, അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റിൽ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നതെന്നും ഈ ജനകീയ നാട്ടില് എങ്ങനെയാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തം കുറയ്ക്കേണ്ടതെന്നും, പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു മൗത്ത് പീസ് ഇന്ന് ഉണ്ടെങ്കിൽ അത് സത്യത്തിൽ ആരാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മാത്രമാ. അദ്ദേഹമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ വരെ 1 കോടി വോട്ടേഴ്സാണ് പുതിയതായിട്ട് ചേർന്നതെന്ന്. ഞാൻ രാഹുൽ അദ്ദേഹത്തിന് തെളിച്ച് ഈ കാര്യം പറഞ്ഞതാണ്. 2004 ആ സമയത്ത് സെൻട്രലിൽ അവരുടെ ഭരണമായിരുന്നു. ഞങ്ങളുടെ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ലോക്സഭയിൽ നിന്ന് വിധാൻസഭ വരെ 5% ഒരു ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നു 2009 തന്നെ. സെൻട്രലിലും അവരുടെ തന്നെ, സ്റ്റേറ്റിലും അവരുടെ തന്നെ ഭരണം. ആ ഒരു സമയത്തും അവരുടെ ഒരു ഉയർച്ച അത് ഏകദേശം ഒരു 5% ആണ്. ഒരുപക്ഷെ അത് കമ്പയർ ചെയ്താൽ ഇപ്പൊ ഉയർവ് 4% ആണ്. ഇപ്പൊ വെറും 4% ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും നോക്ക്. നാട്ടിലും പിന്നെ ഡിസ്ട്രിക്റ്റിലും അവരുടെ ഭരണമുള്ള സമയത്ത് അപ്പോഴും അതേ ഉയർച്ചയാണ്, ഇന്നും ആ ഉയർച്ച തന്നെയാണ്. യാതൊരു വിധമായ അൺപ്രസിഡന്റ് ഉയർവും ഇല്ല, എക്സ്ട്രാ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വ്യത്യസ്തത ഉണ്ടായിട്ട് തന്നെ ഉണ്ട്. അതായത് എന്തിനാന്ന് ഞാൻ പറയാം. കാരണം എപ്പോഴും തന്നെ നമുക്കിവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും റൂൾസ് റിവിഷൻ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ലോക്സഭാ ഇലക്ഷനിൽ മാത്രമാണ് ആരാണ് മെമ്പറായിട്ട് ഉള്ളത് ഇല്ലെന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ലോക്സഭയ്ക്ക് ശേഷം ഈ പാർട്ടീസൊക്കെ അതായത് തെരഞ്ഞെടുപ്പിന്റെ പണിക്ക് വേണ്ടി ഇനി ഒരുപാട് പേരെ എൻറോൾ ചെയ്യും. അവിടെ 1% ഇൻക്രീസ് ആവും. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ലോക്സഭയുടെ ടൈമിംഗ് നിങ്ങൾ നോക്കണം. അതിനുശേഷം നിങ്ങൾ വിധാൻസഭയുടെയും ടൈമിംഗ് നോക്കണം. ആ ഒരു 1.5 വർഷത്തിൽ ജനങ്ങൾ 18 വയസ്സിലുള്ളവർ 19 വയസ്സിലുള്ളവരൊക്കെ എലിജിബിൾ ആവും. അതുകൊണ്ട് ഏകദേശം നിങ്ങൾ നോക്കുവാണെങ്കിൽ 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 35% ഇവർ തന്നെയാണ്. സോ ഇതുകൊണ്ട് ഇതിൽ അബ്നോർമലായ കാര്യങ്ങൾ തന്നെ ഒന്നുമില്ല. ഇതിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ ട്വീറ്റ് ചെയ്ത കാര്യമാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 30,000 വോട്ടേഴ്സാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്ന് എഴുതിയിരിക്കുവാണ്. അപ്പം ഞങ്ങൾ കാണിച്ചു കൊടുത്തു അവരുടെയൊക്കെ ഉദ്ധം താക്കറെ, പിന്നെ ശിവസേന, ശരത് പവാറിന്റെ NCT, പിന്നെ കോൺഗ്രസ്, ഇവരൊക്കെ എത്രത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കാണിച്ചു. ഇതുപോലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. അതിൽ 50,000 വോട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിൽ അവരുടെ ആൾക്കാരും ജയിച്ചിട്ടുണ്ട്. അവർ 50 സീറ്റാണ് പറഞ്ഞത്. 50 സീറ്റിൽ 50,000 വോട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്നും 47 സീറ്റിൽ BJPയും അവരുടെ സപ്പോർട്ടിംഗ് പാർട്ടിയുമാണ് ജയിച്ചതെന്നും. അതവരവിടെ പറഞ്ഞത് എനിക്കറിഞ്ഞ് ഫുൾ തെറ്റായ കാര്യമാണ്. 50,000 വോട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5 സീറ്റ് മാത്രമാണ്. അതിൽ അവരുടെ ആളും വിജയിച്ചിട്ടുണ്ട്. മറ്റുള്ള സീറ്റിലൊക്കെ 20,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് 22,000. ഇപ്പം താ നോക്കിയേ, അതായത് അവരുടെ ഒരു അവസ്ഥ നോക്കിക്കേ, എങ്ങനെയാ മാറിയെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കായിപ്പോയി. സോ ഇതുകൊണ്ട് ഈ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അവരൊരു ഫേക്ക് നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുവാണ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റാനായിട്ട്. പിന്നെ ആ നരേറ്റീവ് മഹാരാഷ്ട്രയുടെ താഴെ വരെ നമുക്ക് സ്പ്രെഡ് ആവുക. അതുകൊണ്ട് അവർക്ക് മഹാരാഷ്ട്രയിൽ നല്ലൊരു സീറ്റ് കിട്ടിയത്. നോക്കിയാൽ അങ്ങനെ ഇരുന്നിട്ട് പോലും അവർക്കും നമുക്കും മഹാരാഷ്ട്രയിൽ എന്തോരം ഡിഫറൻ്റ് ആണ്. 0.5%. ഞങ്ങൾ 43.3%, അവർ 43.1. പക്ഷെ സീറ്റ് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ആ നരേറ്റീവ് ഒരു വിധത്തിൽ ജനങ്ങൾക്കകത്തുനിന്ന് മാറ്റിക്കൊടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളിലോട്ട് എത്തിച്ചു. പിന്നീട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, ഞങ്ങളെ അവർ തെരഞ്ഞെടുത്തു. ഇപ്പം അവരെ കൊണ്ട് ജയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലുള്ളപ്പോൾ അവരുടെ ആൾക്കാർ ജനങ്ങളുടെയൊക്കെ റിസൾട്ട് കണ്ടതിന് ശേഷം അവർ സ്ഥാനം പോലും തീരുമാനിച്ചു കഴിഞ്ഞു. ആരാ ചീഫ് മിനിസ്റ്റർ, ആരാണ് ഹോം മിനിസ്റ്റർ, ഹോട്ടൽസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, MLAസിനെ എവിടെ വെക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെ മീറ്റിംഗ്സും തീർന്നു. റിസൾട്ട് മാത്രം മാറിപ്പോയെന്നേ ഉള്ളൂ. അതെത്ര വലിയ പ്രശ്നമെന്ന് വെച്ചാൽ അവരെ കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും പുറത്ത് വന്നല്ലേ പറ്റൂ. അങ്ങനെ തന്നെ വിടാൻ പറ്റുമോ? ഇപ്പൊ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ വോട്ട് ഇൻക്രീസ് ആയി, പക്ഷേ ബീഹാറിൽ വോട്ട് കുറയുമെന്ന്. എന്താ നോക്കി, എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അവർ ഇലക്ഷൻ കമ്മീഷന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ നോക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും വെച്ച്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് കണ്ട് വളരെയധികം ഷോക്കായി പോവും. അവർ ചോദിക്കുന്നത് ഇന്ത്യയിൽ മാത്രം എങ്ങനെയാണ് ഇത്രയും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ സംഭവിക്കുന്നതെന്ന്. ഇപ്പോ ഞാൻ ചോദ്യം ചോദിക്കും, മഹാരാഷ്ട്രയിലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കും. ഞാൻ എപ്പോഴും ചോദിക്കും, കോർട്ടിലോട്ട് പോയതാ,
നിങ്ങൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാർ ചെയ്യണം. കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേരുണ്ട്. ജനങ്ങൾ ഇവിടെയുള്ളത് ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെയും പേരുണ്ട്, അവിടെയും പേരുണ്ട്. ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ് വലുതായിട്ട് കാണപ്പെടും. ആ വോട്ടിംഗ് ലിസ്റ്റും വളരെ കുറച്ചുള്ള ഒരു പെർസെൻറ്റേജിലേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ആ ജോലി ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുത്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞേ? വോട്ടർ ലിസ്റ്റിലുള്ള പേരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കാണിക്കണമെന്ന്. അത് ഐഡന്റിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുക. ഇതിലെന്താ തെറ്റാ ഉള്ളേ? ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഏത് പേരാണോ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്, രാഹുൽ ഗാന്ധി കാണിച്ചു തരാൻ പറ, തെറ്റായിട്ടുള്ള പേര് ഡിലീറ്റ് ആയിട്ടുണ്ടെന്ന്. പ്രശ്നം ഇത് തന്നെയാ. രാഹുൽ ഗാന്ധിക്ക് എവിടുന്നാണോ വോട്ട് കിട്ടുന്നത് അവിടെ ഓരോ സ്ഥലത്തുനിന്നും 4 പേരോളം ഉണ്ട്. അവരുടെ പ്രശ്നം ഇത് തന്നെയാ. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം ഇതാണ്. ഇപ്പോ പേര് കട്ടായേക്കും, അപ്പോൾ ഒരു വോട്ടേ ഇടാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ശരത് പവാർ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ EVM-ൽ മാനിപ്പുലേഷൻ നടത്തിയെന്ന്. നോക്കിയേ, ഇത് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അതവർക്ക് മഹാരാഷ്ട്രയിൽ ജയിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമേ അല്ല. ഒരുപക്ഷെ അവർ തോറ്റാൽ EVM-ൽ പ്രശ്നം ഉണ്ടാവും. ഇവർ ചിലപ്പോൾ ജയിച്ചാൽ വിധാൻസഭയിലുള്ള തെരഞ്ഞെടുപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്നും പറയും. ഇവർ ലോക്സഭയിൽ തോറ്റുപോയാൽ ജനങ്ങളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നും പറയും. ഞാൻ എന്താ പറയുന്നത്, EVM-ൽ പ്രശ്നമല്ല, അവരുടെ തലച്ചോറിലാണ് പ്രശ്നം. അവരുടെ തലച്ചോറിലൊരു ചിപ്പുണ്ട്. അവരുടെ ആ തലച്ചോറിൻ്റെ ചിപ്പ് കറപ്റ്റായിപ്പോയി. ആ ചിപ്പ് ഇപ്പോൾ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഈ ശിവസേന പാർട്ടിക്കാർ, ഉത്തം താക്കറെയുടെ ശിവസേനയിലുള്ളവർ, അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അമിത്ഷായും ദേവേന്ദ്ര ഫഡ്നവിസും ഒപ്പം അദാനിയും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെ വിലയ്ക്ക് വാങ്ങിയെന്ന്. നോക്കിയേ അവരുടെ ബുദ്ധി എത്രത്തോളം നശിച്ചു പോയിട്ടുണ്ടെന്ന്. അതായത് അവരെ കൊണ്ട് എന്തും പറയാൻ പറ്റും. പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് ഇതും പറയാൻ പറ്റും. അതായത് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ ട്രംപിനെ വെച്ചാൽ മിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അവർ ഇതും തന്നെയാണ് പറയുന്നത്. പറയണമെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അഖിലേഷ് യാദവ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ BJP-യിലുള്ളവർ ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു മിഷൻ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നു. ഒരുപക്ഷെ ആർക്കെങ്കിലും വോട്ടില്ലെങ്കിൽ ആ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കാർഡ് എടുത്ത് ഒപ്പം ആധാർ കാർഡും എടുക്കാറുണ്ട്. ആ മിഷൻ ഞങ്ങൾ കൂടി തരാനാണ് അദ്ദേഹം പറയുന്നത്. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഉരുളക്കിഴങ്ങ് ഇടുവാണെങ്കിൽ അവിടെ കുറച്ച് സ്വർണം. ഇത് രാഹുൽ അദ്ദേഹത്തിന്റെ USP. ഇപ്പോൾ അഖിലേഷ് യാദവിനും ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അഖിലേഷ് അദ്ദേഹം നന്നായിരുന്നത്, പക്ഷെ ഇപ്പല്ല. ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചാ ഇതുപോലത്തെ നേതാക്കന്മാരൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇരിക്കാൻ പാടില്ല. എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്താവാൻ? ഇലക്ഷന്റെ കാര്യം താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ഈ EVM-ന്റെ കാര്യമാണെങ്കിലും ശരി, അല്ല വോട്ട് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ശരി. പക്ഷേ ഇത് സത്യമല്ലേ? അതായത് താങ്കളുടെ ഗവൺമെന്റ് ഫോം ആകാത്ത സമയത്ത് താങ്കൾ 80 മണിക്കൂർ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. പിന്നെ താങ്കൾ ചിറ്റപ്പനായ ശരത് പവാറിന്റെ അടുത്തു നിന്നും മരുമകൻ അജിത് പവാറിനെ തട്ടിയെടുത്തു. നോക്കിയാൽ ആ ഒരു 80 മണിക്കൂർ രാഷ്ട്രീയം ഭരണം, അത് ചെറിയച്ഛൻ ശരത് ബാബയുടെ അടുത്ത് സംസാരിച്ചാണ് ഞങ്ങൾ അത് തീരുമാനിച്ചത്. കാരണം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങളൊപ്പം വിജയിക്കപ്പെട്ട ഉദ്ധവ് താക്കറെ അദ്ദേഹം ഞങ്ങളുടെ മുതുകിൻ്റെ കത്തി കൊണ്ട് തന്നെ കുത്തി. അദ്ദേഹം ഞങ്ങളൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് ആ ചെറിയച്ഛൻ ഞങ്ങളുടെ അടുത്തോട്ട് ഒരു തൂതനെയും അയച്ചു. അദ്ദേഹം ആ സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം വരാൻ തയ്യാറായിട്ടാണ് ഉള്ളത്. അപ്പം എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഇതാണ് ശരിയായ സമയം. ഒരുപക്ഷെ നമുക്കിടയെ തെറ്റായ രാഷ്ട്രീയമാണ് നടക്കുന്നത്, നമ്മുടെ ആൾക്കാർ തന്നെ തമ്മിൽ തല്ലി ചാവുകയാണെങ്കിൽ അപ്പം ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയച്ഛനടുത്ത് സംസാരിച്ചതാ. ചെറിയച്ഛനാണ് എല്ലാ കാര്യം തീരുമാനിച്ചത്. ചെറിയച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനത്തിലോട്ടെത്തിയത്. ചെറിയച്ഛൻ എന്തുകൊണ്ടാണ് പിന്നിലോട്ട് പോയെന്നറിയില്ല. ചിറ്റപ്പൻ പിന്മാറിയേക്കാം, പക്ഷെ മരുമകൻ പിന്മാറിയില്ലല്ലോ. അപ്പം മരുമകൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചിറ്റപ്പൻ പിന്മാറി, പക്ഷെ ഞാൻ പിന്മാറത്തില്ല എന്ന്. മരുമകൻ ഞങ്ങളൊപ്പം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു സത്യപ്രതിജ്ഞ എടുക്കാം. പിന്നെ 80 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സത്യപ്രതിജ്ഞ പോയി. ഞങ്ങൾ അവിടുന്ന് രാജിവെച്ചിറങ്ങി. പിന്നെ ശരത് പവാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, താങ്കൾ എന്തിനാണ് സർക്കാർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടിയും പിന്നെ കോൺഗ്രസ് NCP സർക്കാരിനെ ഫോം ചെയ്യാൻ വേണ്ടിയുമാണെന്നാണ് പറയുന്നത്. പ്രസിഡന്റിന്റെ റൂൾ ഉണ്ട്, അതിന് ആവശ്യമില്ലല്ലോ. ശരത് പവാർ അദ്ദേഹം ഞങ്ങൾക്ക് കണ്ടീഷൻ ഇട്ടായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു ഭരണം റെഡിയാക്കണമെങ്കിൽ ഞാൻ പെട്ടെന്ന് യൂട്ടേൺ എടുക്കുന്നതൊക്കെ വളരെ കഠിനമാണ്.
നിങ്ങൾ പ്രസിഡന്റ് റൂൾ ഇടണം. അതിനുശേഷം ഞാൻ മഹാരാഷ്ട്രയിലോട്ട് വരും. ഞാൻ അവിടെ വന്നതിന് ശേഷം ഇതുപോലെ പറഞ്ഞേക്കാം. മഹാരാഷ്ട്രയ്ക്ക് ഒരു സ്ട്രോങ് ആയ ഭരണം ആവശ്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറല്ലായിരുന്നു. മഹാരാഷ്ട്ര ജനങ്ങളുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ BJPയും പിന്നെ NCPയും കൂടെ ചേർന്ന് അതിനുശേഷം ഭരണമൊക്കെ റെഡിയാക്കി എടുക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. കാരണം പ്രസിഡന്റ് റൂൾ വരണമെന്നും പറഞ്ഞ്. പിന്നെ ഈ പ്രസിഡന്റ് റൂളൊന്നും വെറുതെ എടുത്തില്ലല്ലോ. ഗവർണർ അദ്ദേഹം എല്ലാവർക്കും ഒരു ലെറ്റർ എഴുതി. നിങ്ങളിതിൽ താല്പര്യപ്പെടുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് എഴുതി. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഇല്ലെന്നാ. ഇതുപോലത്തെ ഒരു ലെറ്റർ തന്നെ മിസ്റ്റർ ശരത് പവാറിന്റെ പാർട്ടിക്ക് വേണ്ടി എഴുതി കൊടുത്തു. അപ്പോൾ ശരത് പവാർ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉത്തരം എൻ്റെ കമ്പ്യൂട്ടറിലാണ് ടൈപ്പ് ചെയ്തത്. ഞങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ പ്രസിഡന്റ് റൂൾ ഇടണമെന്ന്. ഞങ്ങൾ അവരുടെ ഒപ്പം ചേർന്നാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് പ്രസിഡന്റിന്റെ റൂള് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അവർ ചെയ്തത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം എന്തുകൊണ്ടാണ് ചേഞ്ച് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം മാറാനുള്ള ഒറ്റ കാരണം ഞങ്ങളുടെ ഭരണവും രാഷ്ട്രീയവും അവിടുന്ന് പോയതാ. താങ്കളൊരു മുതിർന്ന നേതാവല്ലേ, അപ്പോൾ താങ്കൾ ശരത് പവാറിനെ എങ്ങനെ വിശ്വസിച്ചു? അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ പോലും വിശ്വസിക്കാറില്ല. ഇല്ല, ഇതാ നോക്കേ, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ചില സമയം മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോളിറ്റിക്സിൽ ഒരു ചില ടൈം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒപ്പവും മാച്ചായി കിടക്കും. ജനങ്ങളെന്താ പറയുന്നതെന്ന് വെച്ചാൽ ശരത് പവാറിൻ്റെ ഒപ്പം ബോംബെയിലോട്ട് പോകാൻ ആഗ്രഹിച്ച കൽക്കട്ടയുടെ ബോർഡിംഗ് കാർഡ് അദ്ദേഹം കാണിക്കും. ഇത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയും പറയാറുണ്ട്, താങ്കളുടെ ധൃതി കുറിച്ച് കൂടുതലായിരുന്നു, മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വീണ്ടും അദ്ദേഹത്തിന്റെ സഹായം തേടിയെന്ന്. മാത്രമല്ല അജിത് പവാറിനെയും അവരുടെ അടുത്തു നിന്നും താങ്കൾ പിരിച്ചുകൊണ്ട് വന്നെന്നും പറയുന്നു. ആ അജിത് പവാറിനെ പറ്റി മോദി ഒരു മീറ്റിംഗിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 20 ലക്ഷം കോടിയുടെ അഴിമതിയാണ് അജിത് പവാർ ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ NCPയുടെ ഒപ്പം ഞങ്ങൾ എപ്പോഴും തന്നെ കോംപ്രമൈസ് ആവാൻ തയ്യാറല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അതിന് ആഗ്രഹമില്ല. ഞങ്ങളുടെ ഐഡിയോളജി തന്നെ അതിന് വേറെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ചില സമയം ഇങ്ങനെയൊക്കെ വരും. ആ സമയത്ത് നമ്മൾ റിലവൻ്റ് ആയിരിക്കണം. പിന്നീട് ഞങ്ങൾ മുഴുവൻ വിശ്വാസത്തോടെ ശിവസേനനെ വിളിച്ചോണ്ട് ഉദ്ധവ് താക്കൂറിനെയും വിളിച്ചോണ്ട് അവരുടെ പാർട്ടിയും ഞങ്ങൾ ജയിപ്പിച്ച് കൊടുത്ത് ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങൾ ജയിപ്പിച്ചെടുത്ത് പിന്നീട് ഒരു കസേരയ്ക്ക് വേണ്ടി എപ്പോഴാണോ ഉദ്ധവ് ഞങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയേ അപ്പം ഞങ്ങൾ തീരുമാനിച്ചതാ. നോക്കൂ, അവരെയൊക്കെ ഇതുപോലെ അലയൻസ് ചെയ്ത് ഇതുപോലെ ഇറിലവൻ്റ് ആക്കിയാൽ ഞങ്ങൾ റിലവൻ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യം വരും. പിന്നെ റിലവൻ്റ് ആയിട്ടിരിക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ ചില സമയം കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അപ്പം ഇതുപോലത്തെ കോംപ്രമൈസാന്ന് ഞാൻ സമ്മതിക്കാം. ഞങ്ങൾ ആ സമയത്ത് കോംപ്രമൈസ് ആയതാ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ കോംപ്രമൈസ് ആയതിനു ശേഷം ഗവൺമെന്റ് ഞങ്ങൾ ഫോം ചെയ്തെടുത്തു, ഐഡിയോളജി വിട്ടു കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഐഡിയോളജി സ്ട്രോങ് ആയിട്ടുള്ളത്. ആ ഐഡിയോളജിയിലാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ അത് സ്ട്രോങ് ആയിട്ടിരിക്കും. ആ സമയത്തിൻ്റെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഇതും ഒരു വിധത്തിലൊരു പോരാട്ടമാണ്. നമ്മൾ റിലവൻ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇല്ലാണ്ടായി പോകും പെട്ടെന്ന്. പിന്നെ ആരെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ വിചാരിച്ചാൽ അത് നമുക്ക് വെറുതെ ഇരുന്ന് കാണാനും പറ്റില്ല, അങ്ങനത്തെ പോരാട്ടവും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാനും ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജന്മത്തെ NCPയുടെ ഒപ്പം ഞങ്ങൾ ചേരത്തില്ല. പക്ഷെ മാറേണ്ട അവസ്ഥയായിപ്പോയി, ഞങ്ങളും മാറണം. ഇക്കാര്യത്തിൽ താങ്കളെ ഞാൻ പ്രശംസിക്കുകയാണ്. അതായത് രാഷ്ട്രീയത്തിൽ ആരും ഞങ്ങൾ കോംപ്രമൈസ് ആകാൻ തയ്യാറാണെന്ന് പറയാറില്ല. പക്ഷേ താങ്കൾ അത് അംഗീകരിച്ചു, അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇക്കാര്യങ്ങളും താങ്കൾ കാണുന്നില്ലേ, അതായത് ആർക്കെതിരായിട്ട് ED അന്വേഷിക്കുന്നുവോ, ആർക്കെതിരായിട്ട് CBI എൻക്വയറി ചെയ്യുന്നുവോ, ആർക്കെതിരായിട്ട് ഇൻകം ടാക്സ് എൻക്വയറി നടക്കുന്നുവോ, ഈ എല്ലാ ഏജൻസികളും തെറ്റാണെന്ന് പ്രൂവ് ആയില്ലേ? നോക്കി, ആദ്യമായിട്ട് പറയണേൽ ഞങ്ങളുടെ ഒപ്പം ആരാണോ ആദ്യമായിട്ട് വന്നത്, അപ്പം എപ്പോഴാണോ അവർക്കെതിരെ എൻക്വയറി നടന്നത്, ഇതുപോലത്തെ ഒരു എൻക്വയറി പോലും സ്റ്റോപ്പായിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ എത്രയോ പേര് ഞങ്ങളുടെ പാർട്ടിയിലോട്ട് പ്രോപ്പർട്ടീസ് വന്നതിന് ശേഷം അറ്റാച്ച് ആയിട്ടുണ്ട്. സോ BJPയുടെ ഒപ്പം ചേർന്നത് കൊണ്ട് എൻക്വയറി സ്റ്റോപ്പായതുപോലെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാനൊരു കാര്യം തെളിച്ചു പറയാം. അതായത് മോദി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സഹോദരനോ അതോ ശത്രുവാണോ എന്നൊന്നും ഒരിക്കലും നോക്കില്ല. ഒരു പ്രാവശ്യം അത് തീരുമാനമായി കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം വന്നവർ അവരുടെ ഒപ്പം പൊളിറ്റിക്കൽ കോംപ്രമൈസ് ഉണ്ടാവും. പക്ഷേ അതിൽ ആരുടെ മേത്തൊക്കെ എൻക്വയറി നടന്നുകൊണ്ടിരുന്നോ അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ചില പ്രോപ്പർട്ടീസ് ഇന്നും അതായത് ജപ്തിയായി ഇരിപ്പുണ്ട്. അതൊക്കെ ഞങ്ങളൊപ്പം ചേർന്നതിന് ശേഷം ജപ്തിയായിട്ടുണ്ട്. ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇത്ര ധൈര്യമായിട്ട് സത്യമെല്ലാം പറയുമ്പോൾ ഈ കാര്യം താങ്കൾ പറയണം.
അതായത് അജിത് പവാറിനൊപ്പം ഒരു ഡീല് നടന്നില്ലേ, അദ്ദേഹത്തിന്റെ കേസൊക്കെ ഒതുക്കി തീർക്കാമെന്ന്. അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് ചേരുന്നത്? ഇപ്പോ നിങ്ങൾക്ക് എന്റെ അളവിന് മോദിജിനെ നന്നായിട്ട് തന്നെ അറിയാം. മോദിജി ഡീൽ ചെയ്യുന്ന ഒരാളെ അല്ല. പിന്നെ മോദിജിയുടെ പാർട്ടിയിലുള്ള ആരും തന്നെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അജിത് പവാർജി ഞങ്ങളോടൊപ്പം വന്നതും ഒരു കണ്ടീഷനും ഇല്ലാണ്ട. പിന്നീട് ജുഡീഷ്യൽ പ്രോസസ് എന്തൊക്കെയുണ്ടോ അതിലാരും തന്നെ തലയിടത്തില്ല. അതൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതങ്ങനെ തന്നെയാ. ഇപ്പോ സാധാരണ ജനങ്ങൾ ഇങ്ങനെയാണ് പറയാറുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി ഒരു വാഷിംഗ് മെഷീനാണ്, ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഷായി ക്ലീനായിട്ട് പുറത്തോട്ട് വരുമെന്ന്. ഇത് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സിൽ പോലും നമുക്ക് പറയാൻ പറ്റും. അതായത് ജനങ്ങൾ അവിടെ ഉള്ള സമയത്ത് എല്ലാവരും പറയും ദാ ഇദ്ദേഹം നല്ലവരാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നതിന് ശേഷം പറയും അദ്ദേഹം വാഷിംഗ് മെഷീനിൽ കയറിപ്പോയെന്ന്. നിങ്ങളുടെ ഒപ്പം ഉള്ളവരെ അവർ നന്നായിട്ട് തന്നെയല്ലേ ഇരുന്നത്? നിങ്ങൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രം വാഷിംഗ് മെഷീനിൽ കയറിപ്പോയെന്നും പറയും. അപ്പം ഇത് രണ്ടിടത്തും ചോദിച്ചു നോക്കണ്ടേ സാർ? ഞങ്ങൾ ആരെയും അലക്കത്തേ ഇല്ല. അങ്ങനെ ഒരുപക്ഷെ അലക്കിയാലും നല്ലപോലെ അലക്കി കൊടുത്തേക്കും. ഇപ്പോൾ ഇക്കാര്യം താങ്കൾ പറയണം, അതായത് ചിറ്റപ്പനും മരുമകനും ശരത് പവാറും അജിത് പവാറും ഒന്നിച്ചു വരുമോ? ഇത് ചിറ്റപ്പനും മരുമകനെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അടുത്തവരുടെ അടുത്ത് എന്താണ് പോയി പറയുന്നത്? അത് അവർ തന്നെ പോയി പറയും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഫഡ്നാവിസിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഞാനും സമ്മതിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും മന്ത്രമോ തന്ത്രമോ ഒക്കെ ചെയ്ത് ഒരുത്തരുടെ പദവിയിലിരുന്നുകൊണ്ട് മറ്റൊരാളെ മാറ്റിവെക്കാനൊക്കെ. പിന്നെ ഇലക്ഷൻ എന്തിനാണ്? തന്ത്ര കമ്മീഷൻ വല്ലതും വെച്ചാൽ പോരെ? അത് വെച്ച് ജയിച്ചാൽ പോരായിരുന്നോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നവിസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പാർട്ടികളെ പിളർത്തുന്നതിൽ കില്ലാടിയാണ് എന്നുള്ളതാണ്. താങ്കൾ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സീറ്റിൽ നിന്ന് നീക്കിയതിനു ശേഷം അവരുടെ പാർട്ടി രണ്ടായി. അദ്ദേഹം ജനങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, BJP-കാരുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാലും പോകാൻ പാടില്ല, അതുപോലെ നിങ്ങളുടെ കല്യാണത്തിന് അവരെയും വിളിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുന്നു. അവർ വരികയാണെങ്കിൽ ആഹാരവും കഴിച്ചിട്ട് കല്യാണ പെണ്ണില്ലേ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. നോക്കൂ അവരുടെ അടുത്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവര് ഒരു കല്യാണത്തിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹമാണ് ആ കല്യാണ പയ്യനെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എത്രത്തോളം അറ്റൻഷൻ വേണമെന്ന് വെച്ചാൽ ആ കല്യാണപ്പയ്യനേക്കാൾ കൂടുതൽ. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താന്ന് വെച്ചാൽ, ഉദ്ധം അദ്ദേഹത്തിന്റെ പാർട്ടി, അതായത് ആരാണത് ബ്രേക്ക് ചെയ്തത്? ശരത് പവാർ. അദ്ദേഹം 1992 ശിവസേനയുടെ തലവൻ ബാലാസാഹിബ് താക്കറെ ആയിരുന്നു അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ മുഴുവനായിട്ട് തന്നെ അതങ്ങോട്ട് എതിർത്തായിരുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് ഉദ്ധം താക്കറെയുടെ പാർട്ടിയെ ശരത് പവാർ പറ്റിച്ചിട്ട് ഉജ്ജ്വലിന്റെ ഒപ്പം 13 പേരാ പോയത്. ഇപ്പോ അതേ ശരത് പവാറിന്റെ ഒപ്പം തന്നെ അലയൻസ് വെച്ചോണ്ട് ഉദ്ധം അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയത്. പിന്നീട് ഇവരുടെ പാർട്ടിയും ബ്രേക്കായിപ്പോയി. അത് അവരുടെ പാർട്ടി ആയാലും ശരി, ശരത് പവാറിന്റെ പാർട്ടി ആയാലും ശരി. ഇതിനു വേണ്ടി അവർ ഞങ്ങൾ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏക്നാഥ് ഷിൻഡെ അദ്ദേഹം ഈ കട്ടർ ബാലാസാബ് താക്കറെയുടെ ശിവസേന കട്ടർ പാർട്ടിന്ന് ഒരിക്കലും പുറത്തു വരത്തേയില്ല. പക്ഷേ എപ്പോഴാണോ അവർക്ക് ആ കാര്യം മനസ്സിലായേ, ഈ ഉദ്ധം അദ്ദേഹം ആദിത്യ താക്കറേനെ തലവനാക്കാനായിട്ട് അവരുടെയൊക്കെ ചിറക വെട്ടിയത്. എല്ലാ വിധത്തിലുള്ള കോംപ്രമൈസും നടത്തി. പിന്നീട് അദ്ദേഹം ഏത് സ്ഥാനത്തിന്റെ മന്ത്രിയായിരുന്നു ആ സ്ഥലം പോലും ആദിത്യ താക്കറെ എടുക്കുക. അപ്പൊ അവർക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഐഡിയോളജി വിട്ടുകൊടുത്തു, ബാലാസാഹിബിന്റെ ഹിന്ദുത്വത്തിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, അതൊരടി. മറ്റൊരു ഭാഗത്ത് ആ ചിറകെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുക. ഈ കാര്യങ്ങൾ അറിഞ്ഞതും ഒരു പക്ഷേ അവർ ആക്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭരണം തന്നെ തീർന്നു പോകും ചിലപ്പോൾ. ഇപ്പൊ അവർ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തു വരുവാണ്. അപ്പൊ ഇതാണ് അവരുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് NCP-യിലും സംഭവിച്ചതെന്ന്. NCP-യിൽ ഇത്രയും വർഷത്തില്
ശരത് പവാറിന്റെ അടുത്ത തലമുറയായിട്ട് അജിത് പവാറിനെ ആയിരുന്നു കണ്ടോണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു ചില വർഷമായിട്ട് പ്രിയ അദ്ദേഹത്തിനെ പുഷ് ചെയ്തു. ഇല്ല, സുപ്രിയ അദ്ദേഹത്തിനെ ഒരു അടുത്ത തലമുറയായി കാണിച്ചു. പിന്നെ പതിയെ പതിയെ ഓരോ കേസിലും അജിത് പവാറിനെ വില്ലനായിട്ട് കാണിച്ചു. എങ്കിലും എൻ്റെ ഒപ്പം അജിത് പവാർ എന്താണോ ഞങ്ങൾ 80 മണിക്കൂറിന് വേണ്ടി എടുത്തത്, അത് ഫുള്ളി ശരത് പവാർ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്തു. അജിത് പവാറിനെ മുന്നിലോട്ട് തള്ളി പുറകിൽ നിന്ന് ആ കസേര വലിച്ചെടുത്ത്. ഇതുപോലെ തന്നെ എപ്പോഴാണോ ശരത് പവാർ അദ്ദേഹം ഇപ്പം ഇടയ്ക്ക് രാജിവെച്ച് പോകാൻ തുടങ്ങിയല്ലോ, അപ്പം തന്നെ അത് തീരുമാനമായി ഇദ്ദേഹം രാജിനാമ ചെയ്തേക്കും, അവരുടെ രണ്ടുപേരുടെ കയ്യിലോട്ട് ഇത് എടുത്തു കൊടുക്കുമെന്ന്. അതുകൊണ്ടാണ് അജിത് പവാർ മുന്നോട്ട് വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ രാജകത്ത് വാപ്പസ് എടുത്ത് അജിത് പവാറിനെ അവർ വില്ലനുമാക്കി. സോ ഒരു വിധത്തിൽ അജിത് പവാർ അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇതിന് മേലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ വർക്കൗട്ട് ആവത്തില്ല, തീർന്നേക്കും അത്. സോ ഇതുപോലെ പതിയെ പതിയെ അവർ വില്ലനായിട്ട് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കൊണ്ട് പാർട്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്താണ് അദ്ദേഹം പുറത്തു വന്നത്, ഇതുപോലെ ഒരു പാർട്ടി ഉണ്ടെന്നും പറഞ്ഞ്. ഇവർക്ക് അകത്തുള്ള ആ ഒരു ലക്ഷ്യമാണ് അതിന്റെ കാരണം. നോക്കൂ സർ, ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാണ്. എല്ലാ മിഷണറീസും പോലീസ്, ഇന്റലിജൻസ് എല്ലാത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിനാണ്. എന്നിട്ട് പോലും അവരുടെ MLA-മാരെ അടിച്ചു മാറ്റുകയാണെന്ന് പറഞ്ഞ നോക്കി, ഇതിനെന്താ കാരണം? അവിടെ ഉദ്ധം അദ്ദേഹത്തിന് MLAs-ന്റെ ഒപ്പം ഉണ്ടായിരുന്ന കണക്ഷൻ തീർന്നു. ഉദ്ധം അദ്ദേഹത്തിന്റെ MLAs അദ്ദേഹത്തിനെ കാണാൻ പോലും പറ്റില്ല. അവര് എപ്പോഴും തന്നെ ആ ഗേറ്റിൽ നിന്ന് തന്നെ പുറത്തു പോയേക്കും. കാരണം അവരിൽ എത്രയോ പേരവിടെ ഇരിപ്പുണ്ട്. അവർ പല വർഷങ്ങളായിട്ട് ബാലാസാബ് താക്കറയുടെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം അവരുടെ തലമേൽ അവർ പണിയെടുത്തിട്ടുണ്ട് അവിടെ. കട്ടർ ഹിൻഡുട്ടുവ വാദ്യ. പിന്നെ ഉദ്ധം അദ്ദേഹം ഒരു വിധത്തിൽ ആ ഓഫീസ്മെന്റിന്റെ കാര്യവും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെ കോൺഗ്രസ് പാർട്ടി അഫീസ് ചെയ്യുമോ അവര്, അതുപോലെ ഉദ്ധമിനെ അവർ അഫീസ് ചെയ്യുവാണ്. അവരവിടെ സഫക്കേറ്റ് ആവുകയാണ്. അവർക്കത് അറിയുന്നില്ല. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ജനങ്ങളുടെ അടുത്ത് എന്താണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. അവരെല്ലാവരും ഈ ഒരു സഫക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഉദ്ധം അദ്ദേഹം ഏത് സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നേ, അദ്ദേഹത്തിനെ കൊണ്ട് ഭൂമി കാണാൻ പറ്റുന്നില്ല. അവിടുന്ന് നേരെ അദ്ദേഹം പോയി. പക്ഷെ താങ്കൾ അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, സഹായവും ചെയ്യുമായിരുന്നു. അത് പിന്നെ ഞങ്ങൾ എങ്ങനെ ചെയ്തു. മാറ്റാനാണ്? നോക്കിയാ, ഞങ്ങള് രാഷ്ട്രീയത്തിലോട്ട് വെറുതെ കളിച്ചു ചിരിക്കാനായിട്ട് വന്നതല്ലല്ലോ, നിങ്ങൾ പറയണം. സോ അദ്ദേഹം പോയതും ഞങ്ങൾക്കതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റി. ഞങ്ങൾ പുറത്ത് വന്നതും ഞങ്ങൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അതല്ലാണ്ട് സ്പ്ലിറ്റായതിൽ നമുക്ക് സംബന്ധമില്ല. സ്പ്ലിറ്റായതിനു ശേഷമാണെങ്കിൽ ഞങ്ങൾക്കുള്ളിൽ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. ഉത്തം താങ്കൾ എന്താണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് എന്നെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടി എന്തോ മന്ത്രവാദം ചെയ്തെന്നാണ്. ദേവേന്ദ്ര ഫട്നാവിസ് പശുവിനെ ബലി കൊടുത്തു, നാരങ്ങ പിഴിഞ്ഞിട്ടു, മുളക് കത്തിച്ചു, തന്ത്രവും മന്ത്രവും ഒക്കെ ചെയ്തതായിട്ടാണ് പറയുന്നത്. എന്താ നോക്കിയേ, ഈ തന്ത്രവും മന്ത്രവും ഒക്കെ അവരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മന്ത്രം ബിലീവ് ചെയ്യുന്ന ഒരാളല്ലാണ്ട് തന്ത്രം ബിലീവ് ചെയ്യുന്ന ഒരാളേ അല്ല. ഒരുപക്ഷെ പൂജ എന്തേലുമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം ഒരാൾക്കുള്ളിലുള്ള ആ ഒരു ദുഷ്ടശക്തി അത് മാറിയെന്നറിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല. അതായത് ഈ തന്ത്രവും മന്ത്രവും ചെയ്തൊക്കെ ഒരു പൂജയൊക്കെ ചെയ്താൽ ഈ പദവിയൊക്കെ നമ്മുടെ കയ്യിലോട്ട് വരും എന്നുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും തന്ത്ര കമ്മീഷൻ വെച്ചിട്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് വിന്നാവാൻ പറ്റുമല്ലോ. ആരാണോ എല്ലാവരെക്കാൾ നന്നായിട്ട് തന്ത്രം ചെയ്യുന്നത്, ആരാണോ എല്ലാവരെക്കാൾ നന്നായിട്ട് ബലി കൊടുക്കുന്നത്, അവർ ചീഫ് മിനിസ്റ്റർ ആവുമല്ലോ. പക്ഷേ ഇത് സത്യമല്ലേ? എല്ലാ MLA-മാരെയും ആസാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവിടെ കാമേക്യ ദേവിയുടെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി, അവിടെ വെച്ച് സത്യം ചെയ്യിപ്പിച്ചു. രക്തത്തിൽ തിലകം ചാർത്തി ആരും പോകാൻ പാടില്ലെന്നും പറഞ്ഞു. ഇതൊക്കെ വെറുതെ റൂമേഴ്സാ. ഞങ്ങൾ അസാമിലോട്ട് പോയതാ, ദൈവത്തിനെയും പ്രാർത്ഥിച്ചതാ. പിന്നെ ഈ അസാമിലോട്ട് പോകുമ്പോൾ കാമാക്കിയുടെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഞങ്ങളും പോയി. അത് MLAs ഒക്കെ പോയെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എല്ലാരും പോയതാണ്. നോക്കൂ, എല്ലാം ക്യാമറയിൽ റെക്കോർഡറുമാണ്. അമ്പലത്തിനകത്തോട്ട് പോയത്, സ്വാമിയെ പ്രാർത്ഥിച്ചതും പുറത്തു വന്നതും, എവിടെയാണ് രക്തമുള്ളത്, എവിടെയാണ് രക്തത്തിളകമുള്ളത്, ഇങ്ങനെ പറഞ്ഞല്ല. ഇതൊക്കെ ഒരു കഥയാണ് പറഞ്ഞുണ്ടാക്കിയത്. ഈ കാമാക്കി അമ്പലത്തിൽ പോയി ദർശനം ചെയ്തതൊക്കെ സത്യമാണ്. പക്ഷെ ആരും ആ രക്തത്തിലകം അണിഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈ കാര്യം സത്യമാണ്. അവരെയൊക്കെ കണ്ട് പലരും ഇവിടെ രക്തക്കണ്ണീര് വടിച്ചുകൊണ്ടിരുന്നതാ. ഇത് സത്യമാണോ? ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കറുത്ത കോട്ടിട്ടുകൊണ്ട് കറുത്ത കണ്ണാടി വെച്ചുകൊണ്ട് ഒരു ഷെർലക്കിനെ പോലെ ചുറ്റിത്തിരിയാറുണ്ടെന്ന്. നോക്കിയേ, ഞാനൊരു 2 പ്രാവശ്യം ഇങ്ങനെ പോയതാണ് ആക്ച്വലി. പക്ഷെ അത് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ഇന്റർവ്യൂ പോയിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ വൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ?
അവരുടെ പബ്ലിക് പ്രൊഫൈൽ എങ്ങനെയായിരിക്കും എന്നും പറഞ്ഞ് എന്തായാലും കോമഡി ആയിട്ട് പറയും. സോ അവൾ അത് പറഞ്ഞു. അവൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല. എന്തോ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പോയി എന്ന് പറഞ്ഞ് അവളും പറഞ്ഞു. അതും ഫേമസ് ആയി. ദേവ് എന്താ ലോങ് കോട്ട് ഇട്ടിട്ട് പോയെന്ന്. ഉത്തം താക്കറെ എന്താ പറയുന്നതെന്ന് വെച്ചാ ദേഷ്യമൊന്നുമില്ല, ഏക്നാഥ് ഷിൻഡെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ അടുത്തുനിന്നും അമിത്ഷായുടെ അടുത്തുനിന്നും BJPയുടെ അടുത്തുനിന്നും പണം വാങ്ങിയതായിട്ടാണ് പറയുന്നത്. ഓരോ MLAയ്ക്കും 50 ലക്ഷം രൂപ ചെലവായെന്നും പറയുന്നു. ഉദ്ധം അദ്ദേഹം എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് ദിവസവും ഒരു കഥ ഓർമ്മയിൽ വരും, ദിവസവും ഒരു പുതിയ സ്വപ്നം വരും, ദിവസവും ഓരോ കാരണം പറയും. ഉദ്ധം അദ്ദേഹം ഈ കാര്യം അക്നോളജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ MLAസുമായിട്ട് അവർക്ക് കണക്റ്റഡ് അല്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറയണം, ഉദ്ധം അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇത് പൈസ സംബന്ധപ്പെട്ടൊരു കാര്യമല്ല. എല്ലാ ജനങ്ങളും അവിടെ സിറ്റുവേഷൻ എങ്ങനെയാണോ മാറിയത് അതിനേറ്റ പോലെ തന്നെ അവർ മാറി. ഇതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ആരും അത്ര തന്നെ ഇങ്ങനെ റിസ്ക് എടുക്കത്തില്ല. കാരണം നിങ്ങളിങ്ങനെ എത്രത്തോളം കോടി കൊടുത്താലും അപ്പോഴും ഒരുപക്ഷെ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ഫെയിലിയർ ആയിപ്പോയാൽ പൊളിറ്റിക്കൽ കരിയർ തന്നെ ടോട്ടലി ഫെയിലായി പോയേക്കും. പക്ഷേ ഇവർ എല്ലാവരും തന്നെ ഒരുമിച്ചിട്ടുണ്ട്. സത്യം പറയണേൽ ഇവരെല്ലാവരും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിധാൻസഭയുടെ എലക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാവർക്കും ആർക്ക് വോട്ടിടണമെന്ന് പറയും, ഓരോരുത്തരെ അകത്ത് വിളിച്ച്. പിന്നെ ആ കൂട്ടത്തിൻ്റെയൊക്കെ നേതാവ് ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തിനെ പുറത്തിരിക്കാൻ പറഞ്ഞു. അകത്ത് കൺസൾട്ടന്റിന്റെ ആൾ വേറെ ആരോ ഇരിപ്പുണ്ട്, അദ്ദേഹം എങ്ങനെയാ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ആ സമയത്ത് എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അപ്പ സംഭവിച്ച ആ നാണക്കേട് അന്ന് തന്നെ ഷിൻഡെ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. വോട്ടിങ്ങും കഴിഞ്ഞ സമയത്ത് എല്ലാവരുടെ അടുത്ത് ഇത് കാണിച്ച് ഇതെന്താണെന്നാണ് ചോദിച്ചത് അദ്ദേഹം. എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? എന്റെ മേത്ത് നിങ്ങൾക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലേ? ആരോ ഒരു കൺസൾട്ടന്റിനെ പിടിച്ച് അകത്തിരുത്തിയേക്കുന്നത്. പിന്നെ റൂൾസ് പ്രകാരം നോക്കുവാണെങ്കിൽ ആരാണോ ആ കൂട്ടത്തിന്റെയൊക്കെ നേതാവ്, ആ നേതാവാണ് അവിടെ അകത്ത് കയറി ഇരിക്കേണ്ടത്. എന്നെ പുറത്തിരുത്തിയിട്ട് ഒരു 24-25 വയസ്സുള്ള പയ്യനെ അകത്ത് കയറ്റി ഇരുത്തിയേക്കുക. അദ്ദേഹത്തിന് എന്താ തോന്നിയെന്ന് വെച്ചാൽ എന്റെ മേത്ത് ഒട്ടും തന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അദ്ദേഹം അപ്പം തന്നെ പുറത്തുപോയി. ഏക്നാഥ് ഷിൻഡെ താങ്കളെ എപ്പോഴാണ് കോണ്ടാക്ട് ചെയ്തത്? ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ ബോർഡറിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, വിഷമിക്കണ്ട, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. വിഷമിക്കണ്ട, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞുന്നേ. പിന്നെ അദ്ദേഹം പോയോ? അതെ, അദ്ദേഹം പോയി. ഇവിടെ നോക്കിയാണെങ്കിൽ അദ്ദേഹം പോയി, ഘോഷയാത്ര തുടങ്ങാൻ പോയാണ്, കുതിര എത്തിക്കഴിഞ്ഞു, കുതിരയ്ക്ക് ആഹാരവും കൊടുത്തു. കല്യാണപ്പയ്യനായ ദേവേന്ദ്ര ഫട്നാവിസ് ഇരിക്കേണ്ട സ്ഥലത്ത് ഷിൻഡെ ഇരുന്നെന്നാണ് പറയുന്നത്. നോക്കേ, ഈ കാര്യം ഞാൻ നിങ്ങളെല്ലാവർക്കും തന്നെ തെളിച്ച് പറഞ്ഞു തന്നേക്കാം. എപ്പോൾ ഈ കാര്യമെല്ലാം സംഭവിച്ചോ, പിന്നെ എപ്പോൾ ഈ ഭരണം പിന്നീട് വരില്ലെന്ന് അവർ മനസ്സിലാക്കിയോ, അതിന് മുമ്പത്തെ ദിവസം തന്നെ അവരിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഷിൻഡെ അദ്ദേഹം വളരെ ധൈര്യത്തോടെ ഈ കാര്യമെല്ലാം തന്നെ ചെയ്തിരിക്കുവാണ്. ഇതുപോലത്തെ സമയത്ത് അദ്ദേഹത്തിനെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ ആരൊക്കെയാണോ വന്നത് അവരെല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടണം. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ തീരുമാനമായി ഷിൻഡേജി അദ്ദേഹമാണ് ചീഫ് മിനിസ്റ്റർ ആവണ്ടേ. ഇതിൽ യാതൊരു വിധമായ ഡൗട്ടും തന്നെ ഇല്ല. ഇതിൽ എൻ്റെ ഭാഗത്തും യാതൊരു വിധത്തിൽ ഒരു ഡൗട്ടും തന്നെ ഇല്ല. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യം തന്നെ പറയും ഞാൻ തന്നെ ചെയ്തേ, നമ്മുടെ ഷിൻഡെ അദ്ദേഹത്തിന് തന്നെ ചീഫ് മിനിസ്റ്റർ ആക്കണമെന്നും പറഞ്ഞ്. ഈ ഗവൺമെന്റ് സ്ട്രോങ് ആയിരിക്കണം, പിന്നെ നമ്മുടെ ജനങ്ങൾക്കും വിശ്വാസം വരണമെന്നും പറഞ്ഞാണ് ഇത് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ നേതാക്കളും ഇതെല്ലാം സമ്മതിച്ചു. പിന്നീട് ഇതൊക്കെ എനിക്ക് സത്യത്തിൽ സർപ്രൈസിംഗ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗവൺമെന്റിന്റെ പുറത്തിരിക്കാമെന്ന്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി അന്ന് എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഗവൺമെന്റ് റൺ ആവണമെങ്കിൽ ലീഡിങ്ങിലുള്ള ആൾ അകത്തിരിക്കണമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് പിടികിട്ടിയത് നേതാക്കന്മാരുടെ തീരുമാനം കറക്റ്റായിരുന്നു എന്ന്. കാരണം രാഷ്ട്രീയ ഭരണമൊക്കെ അകത്തുണ്ടായാലേ നടത്താൻ പറ്റുള്ളൂ, പുറത്തിരുന്ന് പറ്റില്ല എന്ന്. പിന്നീട് ഞാൻ അകത്ത് ചെന്നു, അതിൻ്റെ ഭരണം എല്ലാം സ്ട്രോങ് ആക്കി എടുത്തു. ഞാൻ ജയിച്ചാണ് പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഷിൻഡെയ്ക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതായത് വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുമെന്ന്, താങ്കൾ വീണ്ടും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുമെന്നും. ഷിൻഡെ അദ്ദേഹത്തിന് രാഷ്ട്രീയം നന്നായിട്ടറിയാം. ഇവിടെ 145 മെജോറിറ്റിക്ക് ആവശ്യമുണ്ട്. ആ 145-ൽ BJPക്ക് തന്നെ 137 കിട്ടിയിരുന്നു അന്ന്. അപ്പം ഷിൻഡെ അദ്ദേഹത്തിന് ഇത് വളരെ നന്നായിട്ട് തന്നെ അറിയാം. ഏതൊരു പാർട്ടിക്കാണോ തനിയെ ഇത്രയും മെജോറിറ്റി കിട്ടിയത് അദ്ദേഹം, ആ പാർട്ടി അവരുടെ ആളെ തന്നെ ഇപ്പം ചീഫ് മിനിസ്റ്റർ ആക്കിയില്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിനിടയെ പോലും ഒരു ചെറിയ കരുത്ത് വേർപാടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മൂത്ത നേതാക്കന്മാരുടെ കൂടെ ഇരുന്നായിരുന്നു.
അപ്പം ഞങ്ങളുടെ മൂത്ത നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചീഫ് മിനിസ്റ്റർ ആവുമെന്നും അപ്പോൾ ഷിൻഡെ അദ്ദേഹം ഒറ്റ മിനിറ്റിൽ തന്നെ ഓക്കെ എന്നും പറഞ്ഞു. ഷിൻഡെ അദ്ദേഹം എന്നും നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് എസ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എടുത്തോളൂ എന്ന് ഷിൻഡെ പറഞ്ഞു. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ചെറുതായിട്ട് കാണണ്ട, ചിലപ്പോൾ ഞാൻ വണ്ടി കമത്തി കളയുന്നു. അദ്ദേഹം എനിക്കല്ല പറഞ്ഞത്, ഉദ്ധവ് അദ്ദേഹത്തിനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വണ്ടി മറിച്ചിടുന്നു അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വണ്ടി എപ്പോഴോ മറിഞ്ഞു വീണല്ലോ, കുതിരയെ ഓടിപ്പോയി. ഇപ്പോ അദ്ദേഹം ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇല്ല, ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് അവരെക്കുറിച്ച് അദ്ദേഹം പറയുള്ളൂ. ഇപ്പോഴും അദ്ദേഹം അത് ലൈറ്റായിട്ടേ എടുക്കത്തുള്ളൂ. അദ്ദേഹം ഓർമ്മപ്പെടുത്തും ഇപ്പോഴും എന്നെ കൊണ്ട് വണ്ടി മറിച്ചിടാനുള്ള ശക്തി ഉണ്ടെന്നും പറഞ്ഞ്. പിന്നെ സാർ, ഞങ്ങൾ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ ഷിൻഡെ ഇപ്പോൾ ദേഷ്യത്തിലാണ്, അതുകൊണ്ട് ഉത്തമിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഓഫർ കൊടുക്കുന്നെന്ന് കേട്ടു. ആദ്യത്തെ കാര്യം, ഷിൻഡെ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ദേഷ്യമില്ല. പിന്നീട് ഞങ്ങളുടെ ഭരണം നല്ല രീതിക്ക് 5 വർഷത്തിൽ നല്ലൊരു ഭരണമായിട്ട് മാറിയിരിക്കും. കോർഡിനേഷനിൽ വർക്കാവും, നല്ലപോലെ വർക്കായി. പിന്നെ മഹാരാഷ്ട്ര ഒരു വളർച്ചയിലോട്ട് തേടിപ്പോവും. ഇപ്പം ഉദ്ധവ് അദ്ദേഹത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ ഞാൻ സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് പാർലമെൻറ്റിൽ വലിയ വലിയ നേതാക്കന്മാർ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് സെൻഡ് ഓഫ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് തമാശയായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിടത്തുനിന്ന് ഇവിടെ എതിരിലിരുന്ന ഉദ്ധവ് അദ്ദേഹം ഇരുന്നുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളിങ്ങോട്ട് വാ, ഈ സീറ്റൊക്കെ കാലിയാവുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 5 വർഷം അങ്ങോട്ട് വരാനുള്ള ഒരു ചോദ്യവും ഇല്ല, ഞങ്ങളിവിടെ ഫുള്ളായിട്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ, അത് ഓഫറൊന്നുമല്ല, തമാശയ്ക്ക് പറഞ്ഞ കാര്യമാ. വലിയൊരു ന്യൂസായി പോയത് സത്യം. ഓഫർ കൊടുക്കാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥലമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറ, 288 ജനങ്ങളുള്ള ഒരു അസംബ്ലി ഉണ്ട്, അതിൽ 232 പേര് ഞങ്ങളുടെ ഭാഗത്തുള്ള. പിന്നെ ഞങ്ങൾ എന്ത് കൊടുക്കാനാ മറ്റുള്ളവർക്ക്? സ്ഥലമില്ലെന്നേ. അപ്പോൾ അതിനുള്ള സന്ദർഭം ഇല്ലെങ്കിൽ അടുത്ത ദിവസം അത്രയും മണിക്കൂർ ഒരു മുറിക്കകത്തിരുന്ന് എന്താണ് സംസാരിച്ചത് നിങ്ങൾ രണ്ടുപേരും? അല്ലല്ല, ഓപ്പൺ റൂമാ, ക്ലോസ്ഡ് അല്ല. അല്ലല്ല, ഓപ്പൺ റൂം തന്നെ. ഞങ്ങൾ ഓപ്പണായിട്ട് എല്ലാം സംസാരിച്ചേ. അവർ ഡെലിഗേഷൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നായിരുന്നു. ആ ഡെലിഗേഷൻ ഞാൻ കേട്ടായിരുന്നു. ആദ്യം അദ്ദേഹവും ആദ്യത്തെ 2 പേര് ഇരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റുള്ള എല്ലാവരെയും പുറത്ത് വിളിച്ചു. 15-20 മിനിറ്റോളം ഞങ്ങൾ അവിടെ ഇരുന്നായിരുന്നു. ഞാൻ ചായ കുടിച്ചു, ആദ്യത്തെ അദ്ദേഹം കോഫി കുടിച്ചു, മറ്റുള്ളവരൊന്നും കുടിച്ചൊന്നുമില്ല, ചുമ്മാ ഇരുന്നോട്. അവസാനം എണീറ്റ് പോയി. അവരെന്താണ് പറഞ്ഞിട്ട് പോയത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ആ വിധാൻസഭയിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ തലവൻ്റെ അടുത്ത് സീറ്റില്ല എന്നും പറഞ്ഞ്, അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സീറ്റിംഗ് ഇല്ലെങ്കിൽ പോലും നേതാവാണെന്ന് പറഞ്ഞ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എനിക്കൊരു ബുക്ക് തരാനായിട്ട് വന്നു. ആ പുസ്തകത്തില്, അതായത് വേറെ വേറെ ജനങ്ങൾ ആരാന്നൊക്കെയുള്ള കാര്യം ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് 3rd ലാംഗ്വേജിനെ കുറിച്ച് 3ാമത്തെ ഭാഷ ഇതായിരിക്കണമെന്നും പറഞ്ഞ്, അത് ഉണ്ടാവണ്ടിരിക്കണോ? ആ പുസ്തകമാണ് തരാൻ വന്നത്. ആക്ച്വലി എന്നാണോ ഏക്നാഥ് സിൻഡെയും അജിത് പവാറും തകർന്നുപോയി താങ്കളുടെ പക്കലേക്ക് വന്നത്, അതുമുതൽ താങ്കൾ ആർക്ക് വേണമെങ്കിലും ഈ മാജിക് ചെയ്യാം, ആർക്കും സംഭവിക്കാം. അല്ലല്ല, അതായത് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, മഹാരാഷ്ട്ര ഭരണത്തിൽ ഒരു കാര്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഓപ്പോസിഷൻ ജനങ്ങളെൻ്റെ ഒരു വിധത്തിലുള്ള എൻ്റെ ശത്രുക്കളല്ലാണ്ട് എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ശത്രുക്കളേ അല്ല. സംസാര രീതിയായിട്ടുള്ള എല്ലാത്തിലും ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അതിനു വേണ്ടി ഇത് അർത്ഥമല്ല, അതായത് പാർട്ടികൾ മാറുമെന്നും പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഈ കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ, ഒരു മാറ്റവും വരില്ല അതിൽ. പിന്നെ ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അതായത് ഷിൻഡയ്ക്ക് എന്തെങ്കിലും വയറുവേദന വന്ന് അദ്ദേഹം ട്രീറ്റ്മെന്റിന് വേണ്ടി താനയിലേക്കോ വല്ലതും പോകുമെന്നുള്ളത്? ഇല്ലല്ല, മുംബൈയിൽ നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പം അദ്ദേഹത്തിന് വയറിൽ ഒരു വേദനയില്ല. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പോ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഉദ്ധവ് താക്കറെ അഘാഡി പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു വരുമെന്ന്? മഹാവികാസ് മഹാവികാസ് അഘാഡിയെ അഘാഡി, വിട്ട് അതെ. ഇതാന്നൊക്കെ താക്കറെ അദ്ദേഹം എന്ത് വേണേലും ചെയ്യാൻ പറ്റും. അവിടെ ഇരിക്കാനും പറ്റും, ഇല്ലെങ്കിൽ തനിച്ച് പോകാനും പറ്റും. അതായത് ഉദ്ധവ് താക്കറെ എങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. ഒരു ചില വട്ടം അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞൂടെ അദ്ദേഹം എന്ത് തീരുമാനം എടുക്കാൻ പോകണമെന്ന്. കാരണം അദ്ദേഹം അവസാന സമയത്തായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പം എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഉണ്ടാവുമെന്ന്. കാരണം എന്നെക്കൊണ്ട് ഒരു മുഴുവൻ വിശ്വാസത്തിൽ പറയാൻ പറ്റില്ല അദ്ദേഹം അവിടെ എപ്പോഴും കാണുമെന്നുള്ള കാര്യം. ഈ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നിയമസഭയിൽ താങ്കളുടെ തമാശകളും ഒറ്റയ്ക്കുള്ള താങ്കളുടെ മീറ്റിംഗും പിന്നെ താങ്കളുടെ മഹാവികാസ് അഘാഡിയെ പറ്റി എന്തെങ്കിലും പറയുന്നതും, സോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദേവേന്ദ്രനും ഉത്തം താക്കറയ്ക്കും എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന്. ഇല്ല, അദ്ദേഹം അവിടെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മഹാവികാഡീസ് അഘാഡിയിൽ ഇന്ത്യ അഘാഡിയും ഉണ്ടാവണമെന്ന്. പിന്നീട് അദ്ദേഹം ഇന്ത്യ അഘാഡിയിലോട്ടും പോയി.
അദ്ദേഹമാണ് അവിടെ ചെന്ന് ഡിമാൻഡ് ചെയ്ത ഇന്ത്യ അഘാടിനെ ഇത്രയും ദിവസം കണ്ടില്ല എന്നും പറഞ്ഞു. ഇത്ര ഇലക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യൻ അലയൻസ് അതില് അദ്ദേഹം ഇന്ത്യൻ അലയൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സിറ്റിങ്ങിന് വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ അദ്ദേഹം ഇന്ത്യ അലയൻസ് സിറ്റിങ്ങിൽ പോയി എല്ലാവരുടെ അടുത്തും വളരെ നന്നായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ അലയൻസിൽ ഇപ്പോഴും ഉണ്ടാവും. അതാണ് സത്യം. അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഭാവിയിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വരാനുള്ള സന്ദർഭം ഉണ്ടെന്നല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യം സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞു. എപ്പോഴാണോ ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയത്, അപ്പം എന്നെക്കുറിച്ച് നന്നായിട്ട് അവർ തമാശ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ എതിരി നിന്നവര് मेरा पानी उतरता देख मेरे किनारे पर घर मत बसा लेना, मेरा पानी उतरता देख मेरे किनारे पर घर मत बसा लेना, मैं समंदर हूं लौट कर जरूर आऊंगा. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇലക്ഷന്റെ സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, तब भी पेशाब नहीं करेगा औरंगजेब की पहचान पर, अब तो भगवा लहराएगा पूरे हिंदुस्तान पर. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പൊളിറ്റിക്സ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദേവേന്ദ്ര സർ, താങ്കളെ മഹാരാഷ്ട്രയിൽ എല്ലാവരും ദേവ്ബോ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ ദേവബോ ജനങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാ, एक है तो सेफ हैं, യോഗി ആദിത്യനാഥ് എന്താ പറയുന്നത്? बटेंगे तो कटेंगे. ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ വീഡിയോയിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, जागो हिंदू जागो. तो അപ്പോ സമൂഹത്തിൽ എന്തിനാണ് ഇങ്ങനൊരു വേർപാടുണ്ടാക്കുന്നത്? ഇതാ നോക്കിയേ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഷെയർ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരാൾക്കൊരാൾ കുറച്ച് അകന്നിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, एक है तो सेफ है. ഇതിനർത്ഥം ഞങ്ങൾ ഈ സമൂഹത്തിനെ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ ഡിവീസീവ് പോളിറ്റിക്സ് ഓടിക്കൊണ്ടിരിപ്പുണ്ടല്ലോ. ഇതുപോലെ ഇവർ ഈ അൾട്രാ ലെഫ്റ്റിസ്റ്റ് ഈ പോളിറ്റിക്സ് ഓടുന്നുണ്ടല്ലോ ഇവിടെ. ഈ സൊസൈറ്റി മുഴുവനും ഓരോ ജാതി വെച്ച് പിരിച്ചെടുക്കുന്ന ഒരു പണി. ഇത് കോൺഗ്രസ് പാർട്ടി പിന്നെ ഇന്ത്യ അലയൻസുമാണ് ചെയ്തത്. അതിനെതിരെയാണ് പ്രധാനമന്ത്രി അദ്ദേഹം ഘോഷമിട്ടു. एक है तो सेफ है. സേഫ് ആയിരിക്കും, അതാണ് ജനങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്ത്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഇത് വളരെ പോസിറ്റീവായ കാര്യമാണ്. एक है तो सेफ है. ഇത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഈ സൊസൈറ്റിക്ക് വേണ്ടി അത് പറയുന്നത് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന്. ഞങ്ങൾ എപ്പോഴാണ് നിങ്ങളോട് പിരിഞ്ഞിരിക്കാൻ താങ്കൾ പറഞ്ഞത്? ഹിന്ദു जागो हिंदू जागो. तो അതെ, മുസ്ലിങ്ങളോട് പറയുന്നില്ല. അവര് ഉറങ്ങിയിട്ടില്ല, അവര് ഉറങ്ങത്തേയില്ല. ഞാൻ താങ്കളുടെ ഒരു കവിത കേട്ടിരുന്നു. അതിൽ താങ്കൾ ഹിന്ദുക്കളോട് ഉണരാൻ പറയുകയാണ്. ആക്ച്വലി ഇത് എൻ്റെ ഓൺ കവിതയൊന്നുമല്ല, ഇതൊരു പാട്ടാണ്. ഈ പാട്ടുണ്ടല്ലോ, ഇത് രാം ജന്മഭൂമി ആ ഒരു സമയത്ത് വന്ന പാട്ടാണ്. പിന്നെ രാം ജന്മഭൂമി ആ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. ആ കാര്യം നടക്കുമ്പോൾ എല്ലാ സമയവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സോ രാമൻ്റെ അമ്പലത്തിന് എപ്പോഴാണ് ഭൂമി പൂജ നടന്നത്, അപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടിയത്. പിന്നെയും ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. പിന്നീടത് റെക്കോർഡായി വൈറലായിപ്പോയി. പിന്നീടത് തെരഞ്ഞെടുപ്പിൽ ഓടി. നിങ്ങൾക്കറിയാമല്ലോ, റീകോൾ ആവുന്നത് വൈറലാവുന്നു. താങ്കൾക്ക് ആ പാട്ട് ഓർമ്മയുണ്ടോ? हाँ, जागो तो एक बार हिंदू जागो. तो जागी थी झांसी की रानी, खूब लड़ी पर हार न मानी, मचा दिया संग्राम जागो जागो. तो जागे थे वीर शिवाजी, भागे सारे दुश्मन पाजी, चमक उठी तलवार जागो जागो. तो जागे थे गुरु गोविंद प्यारे, देश पे अपने लाल थे वारे, लुटा दिया परिवार जागो जागो. तो जागे थे भगत सिंह दीवाने, फांसी झूले हार न माने, मचा दिया संग्राम जागो जागो. तो ഇത് വളരെ നല്ലൊരു പാട്ടാണ്. ആ പാട്ടിൽ ഇങ്ങനെ ഒരു ലൈനും ഉണ്ട്. जागे हैं नरेंद्र भाई, 370 को दिया हटा, आतंक का काम तमाम, जागो हिंदू जागो. ആ അതെ, സത്യമായി. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? നോക്കിയേ, ഈ നാട്ടിൽ എപ്പോഴൊക്കെ ഈ സമൂഹം ഉറങ്ങിയിരിക്കുന്നോ അപ്പോഴൊക്കെ ആരേലും ഒരാൾ വന്ന് ഈ സമൂഹത്തിനെ എണിപ്പിച്ചു. ഛത്രപതി ശിവാജി മഹാരാജ് എപ്പോഴാണോ നമ്മുടെ നാട്ടില് വലിയ വലിയ ആളുകളും വലിയ വലിയ രാജാക്കന്മാരും എല്ലാവരും മുഗലായരുടെ താഴെയായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഛത്രപതി ശിവാജി മഹാരാജ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്, നമുക്ക് രാജ്യമുണ്ടാവണമെന്ന്. പിന്നീട് ഛത്രപതി ശിവാജി മഹാരാജ് അത് എങ്ങനെയാണ് പറഞ്ഞെന്ന് വെച്ചാൽ,
എല്ലാ സമൂഹത്തിലുള്ള ജനങ്ങളെയും ഒരുമിപ്പിച്ചാൽ പോലും ഒരു കടലല പോലെ സ്വാതന്ത്ര്യം അവരെ നിറഞ്ഞു നിന്നു. പിന്നീട് ആ സ്വാതന്ത്ര്യം തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ആരേലും ഒരാള് ഇതുപോലെ തന്നെ ഈ സമൂഹത്തിനെ എണിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് തന്നെ ഈ പാട്ട് മൂലം പറഞ്ഞത്. ഉണർത്താൻ നോക്കിയല്ലേ? താങ്കൾ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാനിപ്പോ പറയാം. ഇലക്ഷന്റെ സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് कुत्ता भी पेशाब नहीं करेगा औरंगजेब की पहचान पर, अब तो भगवा लहराएगा पूरे हिंदुस्तान पर. ഇതിലൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചെറിയൊരു തെറ്റാണത്. कुत्ता भी ना पेशाब करेगा औरंगजेब की पहचान पर, अब तो भगवा लहराएगा पूरे पाकिस्तान पर. പാകിസ്ഥാനെതിരെ നമ്മൾ കൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇക്കാര്യവും താങ്കൾ പറഞ്ഞിരുന്നു, ആരാണോ ഔറംഗസീബിന്റെ ഫോട്ടോ കാണിച്ച് ആ വികാരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവരെങ്ങനെ ഔറംഗസീബിന്റെ മക്കളാകുമെന്നാണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്താ നോക്കിയേ, ഔറംഗസീബ് നമ്മുടെ ഹീറോ ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല. അവര് പുറത്തുനിന്ന് വന്ന ജനങ്ങളാണ്. അവരൊരിക്കലും ഈ നാട്ടിലൊരു ജനങ്ങളായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നീട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ഒരു വലിയ കഷ്ടമുള്ള കാര്യമാണ് ഔറംഗസീബ് ചെയ്തത്. ഈ നാട്ടില് മതത്തിന്റെ പേരും പറഞ്ഞ് ഔറംഗസീബ് ജനങ്ങളെ കൊന്നിട്ടുണ്ട്. ഈ നാട്ടില് നമ്മുടെ നാടിന്റെ അമ്പലങ്ങളെ പൊട്ടിക്കുന്ന എല്ലാ പണിയും ഔറംഗസീബ് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഔറംഗസീബ് നമ്മുടെ ഹീറോ ആയിട്ട് എങ്ങനെ മാറാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റത്തില്ല. അതായത് ഹിന്ദു മുസ്ലിം ആർക്കും ഇരിക്കാൻ പറ്റില്ല അദ്ദേഹം ഹീറോ ആയിട്ട്. കാരണം ഇന്ത്യയിലുള്ള മുസ്ലിംസ് അവര് പൂജിക്കുന്ന വഴി എന്തായാലും ഒരു കാലത്ത് അവർ ഇന്ത്യയുടെ മണ്ണിൽ തന്നെയായിരുന്നു ജനിച്ചത്. പക്ഷേ ഔറംഗസീബിന്റെ മക്കളൊന്നും ഒരിക്കലും ഇന്ത്യയിൽ ജനിച്ചവരല്ല, അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ നാടിന്റെ ഹീറോ ആവാൻ പറ്റത്തില്ല. ഹിന്ദുസിനും ആവാൻ കഴിയില്ല, മുസ്ലിംസിനും ആവാൻ കഴിയില്ല. പിന്നെ ആരൊക്കെ ഔറംഗസീബിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും അവരൊക്കെ വഴക്ക് പറഞ്ഞിരിക്കും. ഇപ്പോ ഔറംഗസീബ് ഭൂമിക്കടിയിലേക്ക് പോയി 400 വർഷങ്ങളായി. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ താങ്കളാണ് മുഖ്യമന്ത്രി, താങ്കളുടെ സർക്കാരാണ്. താങ്കൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഹിന്ദുക്കളും ഇഷ്ടപ്പെടില്ല, മുസ്ലിങ്ങളും ഇഷ്ടപ്പെടില്ല. പിന്നെ എന്തിന് അദ്ദേഹത്തിന് കല്ലറയെന്നാണ്? സത്യം പറഞ്ഞ കല്ലറയൊക്കെ എന്നോട്ടോ കിട്ടുന്നതാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയൊന്നും അല്ല ഇത്. പിന്നെ എനിക്കത് ഇഷ്ടമാണോ ഇല്ലയോ, ഈ ഒരു കല്ലറ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം ഇതിനു മുമ്പ് 60-70 വർഷത്തിന് മുമ്പ് പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റാ. അതിന് ഒരു സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു കല്ലറ ഇരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആരേലും ഒരാൾ മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി ഒരു കല്ലറ പണിത് കൊടുക്കാം, പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്തും കൊടുക്കാം. പിന്നീട് എനിക്കെന്താ കഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആരേലും ആ കല്ലറയിലോട്ട് പോയി പൂവിട്ട് അതിനെ പൂജിക്കുന്നതിൽ. ഔറംഗസീബിനെ പൂജിക്കാനായിട്ട് അയാൾ ഈ നാടിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ നാടിന് അന്യായം കാണിച്ചിട്ടുണ്ട്, ഈ നാടിന് ഒരുപാട് കൊള്ളയടിച്ചിട്ടുണ്ട്, ഈ നാടിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കല്ലറയിൽ 400 അല്ല, ഒരു 4000 വർഷം വേണമെങ്കിൽ അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയി അവിടെ ആരേലൊക്കെ അവിടെ പോയി അയാൾ ഒരു ദൈവത്തെ പോലെ കാണുവാണെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ദേവേന്ദ്ര സർ, മുംബൈയിൽ ട്രെയിനിലൊരു സീരിയൽ ബ്ലാസ്റ്റിംഗ് സംഭവിച്ചു. 189 പേർ കൊല്ലപ്പെട്ടു. 12 പേർക്ക് കീഴ്ക്കോടതി ശിക്ഷ നൽകി. പക്ഷെ ഹൈക്കോടതി അവരെ വെറുതെ വിട്ടു. ഇപ്പോ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ആ 189 പേരെ ആരാണ് കൊന്നത്? ഇതാ നോക്കിയ ഈ ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം അത് ഞങ്ങൾക്കൊരു ഷോക്കായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സുപ്രീം കോർട്ട് ആ തീരുമാനം സ്റ്റേ ചെയ്തു. സുപ്രീം കോർട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. പിന്നെ ഏതൊരു എവിഡൻസ് ഇതിനു വേണ്ടി ഞങ്ങളുടെ അടുത്തുണ്ടോ ആ ആധാരം വെച്ച് ഞങ്ങൾ സുപ്രീം കോർട്ടിലോട്ട് പറയും. അതായത് ലോയർ കോർട്ടിൽ എന്ത് തീരുമാനമാണോ അവർ പറഞ്ഞ ആ ജഡ്ജ്മെന്റ് തീരുമാനവും മതി. OVC സാർ പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാർ BJPയുടേതാണ്, ദേവേന്ദ്ര ഫട്നാവിസിന്റെ. അപ്പോൾ ഈ സർക്കാർ യഥാർത്ഥ കുറ്റവാളി ആരാണോ അവരെ പിടിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഇതാ നോക്കി ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആ ബ്ലാസ്റ്റ് സംഭവിച്ചത് 2006. കുറ്റവാളികളെ 2006 തന്നെ പിടിച്ചു. അവരുടെ മീതെ ആ കേസും പ്രശ്നം തുടങ്ങിയത് 2006 തന്നെ. 2016 വരെ ഞങ്ങളുടെ ഭരണമല്ലായിരുന്നു, വേറൊരുത്തരുടെ ഭരണമായിരുന്നു, അതായത് കോൺഗ്രസിന്റെ തന്നെ. അതുകൊണ്ട് പിന്നി നിന്ന് ആ കാര്യത്തിനെക്കുറിച്ച് കുത്തിപ്പൊക്കുന്നത് പൊട്ടത്തരവാണ്. പക്ഷേ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവട്ടെ. ആ ഗവൺമെന്റ് തെറ്റ് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല.
ആ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം തെറ്റായിട്ട് സംഭവിച്ചു ഞാൻ പറയുന്നില്ല. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ലോയർ കോർട്ടിൽ ഏത് ജഡ്ജ്മെന്റ് ആണോ തന്നത് അത് ഹൈക്കോർട്ട് അപ്രിഷ്യേറ്റ് ചെയ്തെടുക്കും. അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോർട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഉള്ളത് കൊണ്ട് സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിലെ ജഡ്ജ്മെന്റ് സ്റ്റേ എടുത്തു. പക്ഷേ ദേവേന്ദ്ര സർ, ഏത് ഓഫീസർമാരാണെങ്കിലും അവർ SIT ആണെങ്കിലും ശരി, അല്ല പോലീസ് ആണെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള എൻക്വയറി നടന്നില്ല. കൃത്യമായ തെളിവുകൾ അവർ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ല. അങ്ങനെ കേസ് വീക്കായി. നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഇതാ നോക്കി, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അവര് പ്രോസിക്യൂഷന് വേണ്ടി ഏതൊരു ആധാരം അതായത് റെഡിയാക്കിയോ അത് ബേസ് ചെയ്താണ് ലോയർ കോർട്ട് അവർക്ക് തൂക്കിലിടാൻ പറഞ്ഞു കൊടുത്തത്. ഹൈക്കോർട്ടിൽ തൂക്കിക്കൊല്ലാൻ കൺഫർമേഷൻ മേടിക്കാൻ പോയതാ. പിന്നീട് ഹൈക്കോർട്ട് എക്സാമിനേഷനോ ക്രോസ് എക്സാമിനേഷനോ ഒരിക്കലും ചെയ്യത്തില്ല. ഫാക്സിന്റെ ആധാരം വെച്ചാണ് അവര് തീരുമാനിക്കുന്നത്. ചില കാരണം കൊണ്ട് ഹൈക്കോർട്ട് അതെന്ത് തോന്നിയെന്ന് വെച്ചാൽ ലോവർ കോർട്ടിന്റെ തീരുമാനം ശരിയല്ല, അതുകൊണ്ടാണ് ഈ തീരുമാനം കൊടുക്കുന്നതെന്നും പറഞ്ഞ്. ഇപ്പൊ സുപ്രീം കോർട്ട് അതിന് സ്റ്റേ കൊടുത്തതുകൊണ്ട് ഇതുപോലത്തെ സമയത്ത് ആ ഓഫീസേഴ്സിന്റെ മേത്ത് അവർ ആക്ഷൻ എടുത്തിരുന്നു. ഒരു വിധത്തിൽ പറയണമെങ്കിൽ അത് ആ സമയത്തിന് അന്യായമാണ്. അതുകൊണ്ട് സുപ്രീം കോർട്ടിന്റെ തീരുമാനം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. OVC സാർ എന്താ പറയുന്നത് വെച്ചാൽ പിടിക്കപ്പെട്ടവരാരാണോ അവരെടുത്തുനിന്ന് നിർബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചെന്ന്. പിന്നെ താങ്കൾ മുസ്ലിങ്ങൾക്കെതിരാണെന്നും അവരെ താങ്കൾ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. OIC സാർ എന്താ ഗജനി സിനിമ കാണുമായിരുന്നോ? അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ ഓർമ്മയിലുണ്ടാവണം. അതായത് ഈ കാര്യങ്ങളൊക്കെ BJP ഭരണത്തിലോട്ട് വരുന്നതിന് മുമ്പേ സംഭവിച്ചതാണ്. ഞങ്ങൾ 2014 വന്നേ. ഇത് പിന്നെ ഈ ബ്ലാസ്റ്റ് 2006 റിസൾട്ടാണ്. അതൊക്കെ കഴിഞ്ഞാണ് ഈ 2016 വന്നേക്കുന്നത്. എന്തുകൊണ്ട് ഈ ചർച്ച വന്നെന്ന് വെച്ചാൽ താങ്കളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, നിതേഷ് റാണെ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറാഠി എന്നുള്ള പേരിൽ ഞങ്ങളെ എന്തുകൊണ്ടാണ് അടിക്കുന്നത്? റൗണ്ട് തൊപ്പി ധരിച്ചവരെയും താടി വളർത്തുന്നവരെയും ഒന്ന് അടിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. ഇല്ല, ഇത് തെറ്റാണ്. അതായത് ആരെയും ഈ ഒരു ഭാഷയുടെ പേര് പറഞ്ഞ് അടിക്കുന്നത് വളരെ തെറ്റാണ്. മഹാരാഷ്ട്രയിൽ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ മറാത്തി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പ്രഷർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരേലും മറാഠി സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ആരെയും തല്ലാൻ പാടില്ല. പിന്നീട് നിതേഷ് റാണെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം വേറൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഹിന്ദുസിനെ തല്ലുവാണ്. അതായത് ഇനിയും എത്രയോ പേരുണ്ട് മറാഠി സംസാരിക്കാത്തവര്. അവരെന്തുകൊണ്ടാണ് നിങ്ങൾ അടിക്കാത്തതെന്ന് ചോദിക്കുന്നത്. സ്കൂളിൽ എന്തുകൊണ്ട് മറാഠി പഠിപ്പിക്കുന്നില്ല? പറഞ്ഞ കറക്റ്റ്. അമീർ ഖാനും ജാവേദ് അക്തറും എന്തുകൊണ്ട് മറാഠി സംസാരിക്കുന്നില്ലെന്നും ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു വിധത്തിൽ അത് കറക്റ്റാണ്, പക്ഷെ അത് ഒരു വിധത്തിൽ തെറ്റാണ്. കാരണം ഇപ്പോൾ വെറും ഒരു ഭാഷയുടെ കാര്യം മാത്രം പറഞ്ഞ് വേറെയുള്ള ജനങ്ങൾ ഈ ഭാഷ സംസാരിച്ചില്ലെങ്കിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇത് തെറ്റാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. മറാഠിയെക്കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മുംബൈയിൽ മറാഠി ഭാഷയ്ക്ക് വേണ്ടി പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. തല്ലുന്നു, ഭീഷണികൾ മുഴക്കുന്നു. താങ്കളുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്? നോക്കേ, ഒരു 2-3 സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ മേത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ആക്ഷൻ എടുത്തിരിക്കും. ആദ്യത്തെ കാര്യം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയില് മറാത്തി പഠിക്കുന്ന കാര്യം കമ്പൾസറിയാണ്. ഞങ്ങളത് കമ്പൾസറി ആക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. മഹാരാഷ്ട്രയിൽ മറാഠി സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് അവരെ ഫോഴ്സ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ആരേലും മറാഠി സംസാരിച്ചില്ലെങ്കിൽ അവരെ തല്ലുന്നത് ഞങ്ങളുടെ ഭരണത്തിലുള്ള കാര്യമല്ല. അങ്ങനത്തെ കാര്യം ആരേലും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ മേത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. താങ്കളുടെ പാർട്ടിയുടെ ഒരു സീനിയർ മെമ്പറായ നിഷികാന്ത് ദുബെ, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ജനങ്ങളെല്ലാം ബീഹാറിലേക്ക് വരൂ, UP-യിലേക്ക് വരൂ, തമിഴ്നാട്ടിലേക്ക് വരൂ, അവിടെ നിങ്ങളെ എല്ലാവരും അടിക്കുമെന്ന് പറയുന്നു. ദാ ഇതും തെറ്റാണ്. അദ്ദേഹം എന്താണോ പറഞ്ഞത് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ എങ്ങോട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നേ? പിന്നെ ഞാൻ നമ്മുടെ മറാത്തി എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൾച്ചർ എന്താണ്, നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്. മറാത്തി ആൾക്കാർ പഴയ ആൾക്കാരൊന്നും വഴക്കിട്ടിട്ടില്ല. ഈ നാട്ടിലെ ഹിന്ദു സ്വാതന്ത്ര്യം കൊണ്ടുവന്നൊരു മറാത്തി ആൾക്കാരാണ്. മഹാരാഷ്ട്രയിലും പാണിപ്പട്ട് പോരിൽ ആരാണ് ഫൈറ്റ് ചെയ്തത്? അമാഖ്ജ ആദാലി എന്താ പറഞ്ഞെന്ന് വെച്ചാല് പഞ്ചാബ് ബലൂചിസ്ഥാനെ ഞങ്ങൾക്ക് തന്നേക്കണം, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ, മുഴുവൻ ഇന്ത്യയും, അതിനുശേഷം ഞാൻ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തോളെന്നാ പറഞ്ഞേ. മറാത്തിയിലുള്ളവരൊക്കെ വിചാരിച്ചിരുന്നാൽ കോംപ്രമൈസ് ആയേനെ. പക്ഷെ മറാത്തി ആൾക്കാർ 1 ഇഞ്ച് സ്ഥലം പോലും തരത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ പാണിപ്പട്ടി പോയിട്ട് ഞങ്ങളുടെ മറാത്തിയിലുള്ള ആൾക്കാരായിരുന്നു വഴക്കിട്ടത്. ലക്ഷക്കണക്കിന് മറാത്തി ആൾക്കാരാ മരിച്ചത്. പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞ്
ഈ ഡൽഹിയെ മറാത്തി ആൾക്കാരാണ് ആക്രമിച്ചത്. പിന്നെ അവരാ കൊടി നട്ടുവെച്ചു. ഇതാണ് ഈ നാട്ടുകാരുടെ ഹിസ്റ്ററി. ഈ മറാഠി ആൾക്കാര് ഇത്ര താഴ്ത്തി കൊടുക്കാൻ പാടില്ല. നോക്കൂ, ഇതൊക്കെ വെറും പോളിറ്റിക്സ് ആണ്. പൊതുജനങ്ങൾക്ക് മറാത്തി ആൾക്കാരുടെ മേത്ത് സ്നേഹമുണ്ട്. ഒരു ഭാഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവരവിടെ പോരാടുന്നത്. അതിനുവേണ്ടിയും പറഞ്ഞ് ജനങ്ങളെ കഷ്ടപ്പെടുന്നതും വളരെ തെറ്റാണിതിൽ. രാജ് താക്കറെ എന്താ പറയുന്നത് വെച്ചാ, നിഷികാന്ത് ദുബൈക്കുള്ള ഉത്തരവാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുംബൈയിലേക്ക് വാ, കടലിൽ നിന്നെ മുക്കി കൊന്നുകളയുമെന്ന്. അവരെ അവിടെ തറയിലടിച്ചു കൊന്നേക്ക്, ഇവരെ ഇവിടെ വെള്ളത്തിലടിച്ചു കൊല്ലും. ഈ രണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തേയില്ല. ആരൊക്കെ വന്നാലും ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യും. ഞങ്ങൾ ആരുടെ അടുത്തും തെറ്റായിട്ടൊരു കാര്യം സംഭവിക്കാൻ വിടത്തുമില്ല. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നിയമപ്രകാരം എന്താണോ ഉള്ളത് അതേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഫൈനലായിട്ട് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കുറച്ചുനാൾ മുന്നേ ഒരുമിച്ച് കാണായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് എന്താ തോന്നുന്നത്, അവരുടെ മനസ്സുകൾ ഒരുമിച്ചതുകൊണ്ട് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? നോക്കൂ, അവരുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ എങ്ങനെ പറയാനാ? പക്ഷേ അങ്ങനെ എത്രയോ വട്ടം ഗവൺമെന്റിൽ എങ്ങനത്തെ സിറ്റുവേഷനാ വരുന്നതെന്ന് വെച്ചാൽ ജനങ്ങളെ ഒരുമിപ്പിക്കണം. ഇപ്പൊ രണ്ട് ഭാഗവും സിമിലർ ആയിട്ടുള്ളത് കൊണ്ടാണ് ഒരുമിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നത്. ഇതിന് ശേഷം അവർ എന്ത് ചെയ്യൂന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ആപ്കെ അദാലത്തിലെ ഈ എപ്പിസോഡ് ഇപ്പോൾ റെക്കോർഡഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് BMCയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ എപ്പിസോഡ് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. ആരായിരുന്നാലും ആരോടൊപ്പം പോയാലും ശരി, BMCയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ജയിക്കത്തുള്ളൂ. അത് സത്യമാണ്. ഏറ്റവും നല്ല പാർട്ടി, അത് ഞങ്ങളുടെ പാർട്ടി, തീർച്ചയായിട്ടും ഇത് ജയിക്കും. പക്ഷേ മഹാരാഷ്ട്രയിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാലാസാബ് താക്കറെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏത് സഹോദരന്മാരെ ഒന്നു ചേർക്കാൻ സാധിച്ചില്ലയോ അവരെ ദേവേന്ദ്ര ഒന്നു ചേർത്തെന്നാണ് പറയുന്നത്. നോക്കൂ, ഞാനിതൊരു വലിയ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. അതിനൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുവാണ്. പിന്നെ മീഡിയയിലെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവരെ ഞങ്ങളാണ് കഴുത്ത് പിടിച്ച് പുറത്താക്കിയെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കും അതിന് ഒരു സംബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരോ വഴക്കിട്ടത്. ഉദ്ധവ് അദ്ദേഹമാണ് രാജ് താക്കറെ പുറത്തേക്കാക്കിയേ. ഇനി അവർ രണ്ടുപേരും ചേർന്നത് നല്ല കാര്യമല്ലേ? ഇനി ഒരുമിച്ചിരിക്കുന്നതിനുള്ള ക്രെഡിറ്റ് എനിക്ക് കിട്ടിയാൽ ഞാൻ മുഴുവൻ മനസ്സോടെ അത് ഏറ്റെടുത്തോളാം. വളരെ സന്തോഷമാണ് എനിക്കതിൽ. ഇപ്പോ പവാറും ഒന്നിച്ചു വരാം, താക്കറെയും ഒന്നിച്ചു വരാം. ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുമോ, ഉത്തമും സിന്ധ്യയും ഒന്നിച്ചു വരുന്നത് പോലെ? അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് യാതൊരു കഷ്ടവുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചില വട്ടം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, അതായത് പൊളിറ്റിക്കൽ അലയൻസ് വളരെ എളുപ്പമായിരിക്കും. കാരണം ഞങ്ങളുടേതും അജിത് ദാഹയുടെയും ഒരേ പൊളിറ്റിക്കൽ അലയൻസ് ആണ്. പക്ഷേ എപ്പോഴാണോ രണ്ട് മനസ്സും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മനസ്സ് വളരെ ദൂരത്തിൽ ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് അത് അലയൻസ് ചെയ്തത് വളരെ കഷ്ടമാണ്. എനിക്കറിഞ്ഞത് രണ്ട് മനസ്സ് സംബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ താങ്കളോട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചും താങ്കളുടെ ലൈഫിനെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിൽ വന്നതും വരാത്തതുമായ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ റിട്ടയർ മേജർ ജനറൽ AK ശിവാജിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിനോടാണ്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ റിട്ടയർഡ് മേജർ ജനറൽ AK ശിവാജിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ്, താങ്കൾക്കെതിരെ ഒരുപാട് കുറ്റാരോപണങ്ങളുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ കുറ്റാരോപണങ്ങളുമുണ്ട്. അവയിൽ പലതും താങ്കൾക്ക് അൺകംഫർട്ടബിളായി തോന്നിയിട്ടുണ്ടാവാം. എന്നിരുന്നാലും സംയമനത്തോടെ സത്യസന്ധമായ മറുപടികൾ തന്നെ താങ്കൾ അവയ്ക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അത് സത്യം തന്നെയാണ്. അതായത് ഇതുപോലെയുള്ള ചില വ്യക്തികൾ കുറ്റാരോപണങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം താങ്കൾ കൃത്യമായി മറുപടി നൽകിയിട്ടുമുണ്ട്. അതായത് ഇന്ത്യക്കകത്ത് ഏതൊക്കെ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരായാലും എവിടേക്ക് വേണമെങ്കിലും പോകാമെന്ന് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കും. ആരെയും പിരിക്കില്ല. എന്റെ അറിവിൽ ഇത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. दायरों से डर के नौका पार नहीं होती, हिम्मत करने वालों को कभी हार नहीं होती. नन्ही चिट्टी जब दाना लेकर चढ़ती है, चढ़ती दीवारों पर 100 बार फिसलती है. मन का विश्वास रंगों से सांस भरता है, चढ़कर गिरना गिरकर चढ़ना ना अखराता है. मेहनत उसकी बेकार हर बार नहीं होती, हिम्मत करने वालों की कभी हार नहीं. നല്ല കാര്യം. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മഹാരാഷ്ട്ര CM ശ്രീ ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹം ഒരു യങ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ലീഡറാണ്.
രാജ്യത്തിനും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിനും ഇദ്ദേഹത്തെ ആവശ്യമുണ്ട്. മഹാരാഷ്ട്ര എങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണെന്ന് വെച്ചാൽ GDP-യിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ്. നിയർലി 15%. മുംബൈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളാണ് ഇദ്ദേഹം. പിന്നെ പെർ ക്യാപിറ്റ ഇൻകവും വളരെ ത്വരിതഗതിയിൽ മുന്നേറുകയാണ്. അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ താങ്കൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് എല്ലാ കാലവും ഒരു മാതൃകയായിരിക്കണം. നല്ല കാര്യങ്ങൾ എല്ലാ കാലവും ചെയ്യണം. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. किसी को बांधे रखना फितरत नहीं है मेरी, मैं मोहब्बत का धागा हूं, मजबूरियों की जंजीर नहीं. സന്തോഷം. ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിച്ചത്, അദ്ദേഹത്തിന് നേരെ എന്തൊക്കെ ആരോപണങ്ങളാണോ ഉന്നയിച്ചത്, അതിനെല്ലാം സത്യസന്ധമായ മറുപടി അദ്ദേഹം നൽകി. ഇത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെ തുടർന്നും നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. രാജ്യത്തിനും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിനും അദ്ദേഹത്തെ ആവശ്യമുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള ലീഡേഴ്സ് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. ജയ് ഹിന്ദ്. ഇപ്പോൾ ഇതേ വിശ്വാസത്തോടുകൂടി ദേവേന്ദ്ര ഫട്നാവിസ് ഇതേ വേഗത്തോടുകൂടി മഹാരാഷ്ട്ര ജനങ്ങൾക്ക് തന്റെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയത്തിൽ പുതിയ ഉയരങ്ങളിൽ അദ്ദേഹം എത്താൻ നമ്മൾ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.